ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മരിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഡെഡ് ബോഡിയുടെ കൂടെ കിടന്നിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ല. എന്റെ ഫുഡ് പൈപ്പ് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. എന്റെ ലിവർ മുഴുവനും കരിഞ്ഞു പോയതാ. ലങ്സ് മുഴുവൻ ഡാമേജ് ആണ്. എന്റെ വയറിന്റെ ഉള്ളിൽ ആമാശയത്തിന് മുകളിൽ സ്റ്റണ്ട് ഇട്ടിരിക്കുന്നതാ. ഇത്രയും ശബ്ദത്തിന് എങ്ങനെ സംസാരിക്കാൻ കഴിയും? എന്റെ അപ്പൻ ഇറങ്ങി വന്ന് രക്ഷിച്ചതാ. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ശാന്ത സുരേഷാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ശാന്ത സുരേഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർജി, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശാന്ത സുരേഷ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ സുരേഷ് ശ്രീധരൻ. ഞങ്ങൾക്ക് ഒരു മകനുണ്ട്, പേര് സുശാന്ത്. ഞങ്ങൾ ഹരിയാനയിലെ കർത്താവിൻ്റെ വേലയിലാണ്. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് അരോമ ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ എൻ്റെ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് നന്ദി കരയിട്ടു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അരോമ ടി വിയുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ പാസ്റ്റർ ദാനിയൽ ജോൺ അവർക്ക് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനവും നന്ദിയും അറിയും. എൻ്റെ പേര് പറഞ്ഞതുപോലെ ശാന്ത സുരേഷ് എന്നാണ്. ഞങ്ങൾ വടക്കേന്ത്യയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ 35 വർഷമായിട്ട് വടക്കേന്ത്യയുടെ ഭാഗത്താണ് ജീവിക്കുന്നത്. ഇവിടെ സെറ്റിൽഡ് ആണ്. ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ഗുഡ്ഗാവ് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ കർത്താവിൻ്റെ വേല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോകും. എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ്. സാധാരണ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് 7ാമത്തെ കുട്ടിയായിട്ടാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവിൻ്റെ പേര് കല്ലുംകൂട്ടത്തിൽ ശങ്കരൻ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ജനിച്ചു വളർന്ന സ്ഥലം എന്നത് എറണാകുളം ജില്ലയിലുള്ള കിങ്ങിണിമറ്റം എന്ന സ്ഥലമാണ്. കോലഞ്ചേരിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലം. എൻ്റെ പിതാവ് തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അപ്പോൾ തന്നെ ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും നമ്മുടെ കഴുത്ത് കട്ട് ചെയ്താൽ പോലും നുണ പറയത്തില്ല, സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയുടെ മകളായിട്ട് ഞാൻ ജനിച്ചു വളർന്നു. ഞങ്ങൾ 7 കുട്ടികളുണ്ട്. ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ അമ്മ സാധാരണ ഒരു കുടുംബസ്ഥയാണ്. കുഞ്ഞിപ്പെണ്ണ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിതാക്കള് അമ്മയ്ക്കിട്ടിരുന്ന പേര് ലക്ഷ്മിയാണ്. എന്നാൽ അമ്മ എല്ലാവരും കുഞ്ഞിപ്പെണ്ണെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ സഹോദരങ്ങൾ, എന്നിൽ മൂത്ത 6 പേരും ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലുള്ള അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഒക്കെയാണ് പഠിച്ചു വന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹാകൃപ അല്ലെങ്കിൽ മഹാദയ എന്ന് പറയട്ടെ, എനിക്ക് സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിൽ പോയി പഠിക്കുവാനും തുടർന്നുള്ള വിദ്യാഭ്യാസം സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ തുടരുവാനും ദൈവം ഭാഗ്യം. എൻ്റെ വീട്ടിൽ നിന്നും ഒരു 15 മിനിറ്റ് നടന്ന് പോകുന്ന ദൂരമാണ് സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലേക്കുള്ളത്. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂള്, അതിനോട് ചേർന്ന് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്, ചെറിയൊരു ചാപ്പൽ പള്ളി, പിന്നെ സെമിത്തേരി, ഇതെല്ലാം അടങ്ങുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ.
അതിലൂടെ ചേർന്ന് ഒരു റോഡിന്റെ ഒരു വ്യത്യാസമുള്ളൂ സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളും സെന്റ് പീറ്റേഴ്സ് കോളേജും തമ്മിൽ പിന്നെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയാനായിട്ട് ഒരു റോഡിന്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിൽ നിന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്താൽ സെന്റ് പീറ്റേഴ്സ് കോളേജ്. എന്നും വീട്ടിൽ നിന്ന് നടന്നാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുള്ള വഴിയാണ് സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലേക്കുള്ളത്. രാവിലെ ചെയ്തിരുന്ന ഒരു ദിനചര്യ എന്ന് പറഞ്ഞോണം ഞാൻ ചെയ്തിരുന്ന എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ബുക്കും പുസ്തകം എല്ലാം കൂടി ഡെസ്കിൽ കൊണ്ട് വെക്കും. എന്നിട്ട് ഒരു കൂട്ടുകാരിയും കൈ പിടിച്ചുകൊണ്ട് നേരെ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ചിലപ്പോൾ 5 പൈസ, 10 പൈസ, 15 പൈസ, കൂടി വന്നാൽ ഒരു 25 പൈസയൊക്കെ കാണും. അത് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും വട്ടച്ചെലവിന് തരുന്ന പൈസയാണ്. കാരണം നമുക്ക് ബസ്സിലൊന്നും പോകണ്ട, നടന്നു പോയാൽ മതിയല്ലോ, മിഠായി വാങ്ങിക്കാൻ തരുന്ന പൈസയാണ്. ഈ പൈസ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് സെന്റ് പീറ്റേഴ്സ് ചർച്ചിലേക്ക് പോകും. ആ ചർച്ചിൽ ചെന്ന് കഴിയുമ്പോൾ ചർച്ചിന്റെ വാതിൽക്ക് തന്നെ ഇത്രയും ഹൈറ്റിൽ ഒരു വിളക്ക് കാണും, നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. ആ നിലവിളക്കിന്റെ മുമ്പിൽ ചെല്ലുക ഈ വിരൽ കൊണ്ട്. ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ്, അതുകൊണ്ട് നമുക്ക് കുറി വരച്ച ശീലമുണ്ട്. ഈ നിലവിളക്കിൽ നിന്ന് എണ്ണ എടുക്കുക, നേരെ ഒരു കുറി വരയ്ക്കും. സാധാരണ ഇന്ന് രാവിലെ കുളിച്ച് നമ്മൾ കണ്ണെഴുതി പൊട്ടും കുത്തി കുറിയും വരച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഈ എണ്ണ കൊണ്ടുള്ള ഒരു കുറിയോടെ നമുക്ക് വരച്ചാലേ ഒരു ശാശ്വത ഒരു ശാന്തി കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കുറി വരയ്ക്കും. അതിനുശേഷം 3 വിരൽ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കുരിശ് വരയ്ക്കും. കുരിശ് വരച്ചിട്ട് കയ്യിലുള്ള ചില്ലറ പൈസ ഈ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ വെച്ചിട്ട് ഞാനും കൂട്ടുകാരും തിരിച്ചു വരും. എന്നാൽ ഇത് എന്തിനു ചെയ്തെന്നോ എങ്ങനെ ചെയ്തെന്നോ എനിക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ഞാൻ എത്ര കാലം സ്കൂളിൽ പോയിട്ടുണ്ടോ അത്രയും കാലവും ഞാനിത് അനുഷ്ഠിച്ചു. അതുപോലെ തന്നെ സ്കൂളിൽ ലിഷർ ടൈം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു പീരീഡ് നമുക്ക് ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന പള്ളിയിലേക്ക്. പള്ളിയിൽ പോവാം, പള്ളിയുടെ അകത്തേക്ക് നമ്മൾ ഓടി ചെന്ന് കയറും. മധുഹബ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഓടി ചെല്ലുമ്പോൾ ശരിക്കും എല്ലാവരും പറഞ്ഞ മധുഹബ എന്നാണ് പറഞ്ഞാൽ, പള്ളിയിൽ അച്ഛനൊക്കെ കുർബാനയൊക്കെ ചെയ്യുന്നതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു കർട്ടൻ പോലെ ഇതുണ്ട്, അതിന്റെ ബാക്കിൽ തന്നെ മധുഹബ എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഓടി ചെല്ലും. ഞങ്ങൾ ഇതിലേക്ക് ഓടി ചെല്ലുമ്പോൾ പള്ളിയിലെ കപ്പ്യാർ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, വടിയെടുത്ത് ഓടിക്കും. ഇറങ്ങിപ്പോയി കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ ഓടിച്ചിരുന്ന കപ്പ്യാരുടെ പേര് കപ്പ്യാര് മാത്തൻചേട്ടൻ എന്നാണ്. ഇദ്ദേഹം ഞങ്ങൾ ഓടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓടിക്കുരിശും പള്ളിയുടെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങി അങ്ങ് മോൾ വരെയും ചെല്ലും. ചെന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എന്ത് പറ്റിയേ, ഞങ്ങൾക്ക് തല കറങ്ങും. അവിടെ ഇരുന്ന് കരയും. ഈ കപ്പ്യാര് വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പിടിച്ചുകൊണ്ട് വരും, വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടും. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഇന്ന് ദൈവകൃപയാൽ ആ കപ്പ്യാര് മാത്തൻചേട്ടന്റെ മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പാസ്റ്റർ രാജൻ വി മാത്യു. എൻ്റെ ഒരു ആത്മീയ ഗുരുവാണെന്ന് പറയാം. സ്തോത്രം. എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ഞാൻ ആദ്യം പ്രാർത്ഥിപ്പിക്കുന്നതും ആലോചന ചോദിക്കുന്നതും എല്ലാം ഈ ദേവദാസനോടാണ്. അപ്പോ ഞങ്ങള് ഇങ്ങനെ ശരിക്കും ഒരു ക്രിസ്തീയ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന രീതിയിലാണ് ഞാൻ ആ സ്കൂളിൽ ജീവിച്ചത്. ലിഷർ ടൈം കിട്ടുമ്പോൾ അതുപോലെ തന്നെ സെമിത്തേരിയിലേക്ക് ഓടിപ്പോവുക, അവിടെ കല്ലറയിൽ വെച്ചിരിക്കുന്ന പേരുകളൊക്കെ വായിക്കുക, സെമിത്തേരിയിൽ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ ശീലം. അവിടെ പഠിപ്പിച്ചിരുന്ന അച്ഛന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്മാച്ചന്മാരുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാര്യ അമ്മായി ഞങ്ങളെ മാത്സ് പഠിപ്പിച്ചുകൊണ്ട്. ഇവരുടെ പഠിപ്പീരും നമ്മളോടുള്ള ഇടപെടലും ഒക്കെ എന്നെ ശരിക്കും വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ക്രിസ്ത്യാനിറ്റി ആദ്യം മുതലേ ഇഷ്ടമാണ്. ജനിച്ചു വളർന്ന ഹൈന്ദവ കുടുംബത്തിലാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. പിന്നീടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കോളേജിലേക്ക് കടന്നുപോയി. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തു. പൊളിറ്റിക്കൽ സയൻസിലാണ് ഞാൻ ഗ്രാജുവേഷൻ എടുത്തത് 1987. പൊളിറ്റിക്കൽ സയൻസിൽ എന്തുകൊണ്ട് ഗ്രാജുവേഷൻ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആഗ്രഹം ഒരു വക്കീലാവണം എന്നാണ്. ഞാൻ വക്കീലാവണമെന്ന് ആഗ്രഹിച്ചാണ് ഈ സെന്റ് പീറ്റേഴ്സ് ചേർന്നത്. എന്നാൽ എനിക്ക് വക്കീലാവാൻ കഴിഞ്ഞില്ല. എൻ്റെ പല ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും ഇന്ന് കേരളത്തിലെ ഹൈക്കോർട്ടിലും മറ്റ് ചെറിയ കോർട്ടുകളിൽ ഇവിടെ ഈവൻ നമ്മുടെ സുപ്രീം കോർട്ടിൽ വരെ ജോലി ചെയ്യുന്നവരുണ്ട്, വക്കീലന്മാരും ഉണ്ട്. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിക്കാതെ പോയി. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ള ന്യായാധിപനോട് വാദിക്കാൻ ആഗ്രഹിച്ചു. അതാണല്ലോ വക്കീലിന്റെ ജോലി. പക്ഷെ എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഭൂമിയിലുള്ള മനുഷ്യന് വേണ്ടി സ്വർഗത്തിലെ ന്യായാധിപനോട് വാദിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങളാണ്,
നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിന്റെ വഴികളുടെ മേൽ, എൻ്റെ വിചാരം നിന്റെ വിചാരങ്ങളുടെ മേൽ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന എന്നെ ദൈവം ഒരു കർത്താവിന്റെ ദാസിയാക്കി മാറ്റിയെടുത്തു. 1989 ഓഗസ്റ്റ് 17 എൻ്റെ ബ്രദറിനോട് കൂടെ വടക്കേ ഇന്ത്യയിലേക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കടന്നത്. ഇവിടെ വന്നത് ഓഗസ്റ്റ് 19 ഇവിടെ എത്തി. 20 ഒരു ദിവസം റെസ്റ്റ് എടുത്ത് 21 ഡ്യൂട്ടി ജോയിൻ ചെയ്തു. അന്ന് മുതൽ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിയാനിടയായി. അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു മെഷീൻ പോലെയായെന്ന് വേണം പറയാൻ. 1992 എൻ്റെ വിവാഹം നടക്കുന്നു. എന്നെ വിവാഹം കഴിച്ചത് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് എന്ന സ്ഥലത്ത് കാരൻവേലി ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൊച്ചുമകനായ സുരേഷ് ശ്രീധരൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം കൃപയാൽ എന്ന കർത്താവിന്റെ ദാസനാണ്. അവരുടെ കുടുംബത്തിൽ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആർക്കും ഈ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇഷ്ടവുമല്ല. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ഇവിടെ കടന്നു വരുവാന് ദൈവം ഭാഗ്യം തന്നു. എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ദൈവം വിളിച്ച് വേർതിരിച്ചു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ മക്കളായി ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ വിവാഹം നടന്നു. 93 ഒരു മകൻ ജനിക്കുന്നു. കുഞ്ഞിനെ സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങള് എല്ലാം. ശരിക്കും പറഞ്ഞാല് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു ഞാൻ. ഒന്നും അറിയത്തില്ല. എൻ്റെ ഞങ്ങൾ 4 പെണ്ണും 3 ആണും ഉള്ളത്. ഞാൻ ഏറ്റവും ഉള്ള കുട്ടിയായിരുന്നുകൊണ്ട് എനിക്ക് അടിച്ചു വാരാനറിയില്ല, തൂക്കാനറിയില്ല, തുടയ്ക്കാനില്ല, ആഹാരം ഉണ്ടാക്കാനറിയില്ല, യാതൊന്നും അറിയാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹ ജീവിതം, കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വലിയൊരു ഭാരമാണ്. എന്നാലും നമ്മൾ പരാജയപ്പെട്ടില്ല. ദൈവം നിലനിർത്തി ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്ത് അങ്ങനെ ഒരു നല്ലൊരു കുടുംബിനിയായി, നല്ലൊരു മാതാവായി, നല്ലൊരു ഭാര്യയായി ഒക്കെ ജീവിക്കാൻ ദൈവം ഭാഗ്യം തന്നു. 1992 ഞങ്ങൾ ബിസിനസ് തുടങ്ങി. ഫാബ്രിക്കേഷന്റെ വർക്കാണ് തുടങ്ങിയത്. ഇങ്ങനെ ബിസിനസ്സും ജോലിയും കുട്ടിയും കുടുംബവും എല്ലാം ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സാഹചര്യം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 12 വർഷക്കാലത്തോളം റെഗുലറായിട്ട് ജോലി ചെയ്തു. ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സെയിൽ ടാക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ചെയ്യണം. അതുപോലെ അക്കൗണ്ട്സ് വർക്കുകൾ, ESI, PF ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു മലയാളി സഹോദരൻ പ്രസാദ് എന്ന് പേരുള്ളത് ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരുമായിരുന്നു. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാണ്. ഇദ്ദേഹം വീട്ടിൽ വന്ന് ഈ നമ്മുടെ അക്കൗണ്ട്സ് വർക്കുകളെല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ലക്ഷ്മൺ വിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഗുഡ്ഗാവില്. അവിടെ കുറച്ച് മലയാളികൾ വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഹീറോ ഹോണ്ട അങ്ങനെയുള്ള പല കമ്പനികളിൽ നിന്നും ജോലിക്കാരായിരിക്കുന്ന പലരും അവിടെ താമസിക്കുന്നുണ്ട്. ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം, വസ്തു വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെടുത്ത് കുറച്ച് വസ്തു എടുക്കണ്ട് നോക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ലക്ഷ്മൺ വിഹാറിൽ പോയി വസ്തു കണ്ടു, വസ്തു വാങ്ങി. അപ്പോൾ ഈ പ്രസാദ് എന്ന് പറയുന്ന സഹോദരന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ കടന്ന വസ്തു. അവിടെ വീടൊക്കെ വെച്ചു. അവിടെ അന്നുള്ളതെന്ന് പറഞ്ഞാൽ 6 മലയാളികൾ, ഞങ്ങൾ ഉൾപ്പെടെ 6 മലയാളികളുണ്ട്. അതിൽ 5 പേര് ഹൈന്ദവരും 1 ക്രിസ്ത്യനുമാണ്. അപ്പൊ ഞാൻ ജോലി ഉപേക്ഷിച്ചു. ഇനിയിപ്പോ നമുക്ക് ജോലി ചെയ്യണ്ട. ദൈവം നമ്മുടെ അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം വരുത്തിയല്ലോ. മോന്റെ വിദ്യാഭ്യാസം, അവന് നോക്കേണ്ട ആവശ്യങ്ങൾ അവന് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജോലി ഉപേക്ഷിച്ച് ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയം ഹസ്ബൻഡ് രാവിലെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ കടന്നു പോകും. കുഞ്ഞ് സ്കൂളിലും പോയി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ ഫ്രീയാ, വീട്ടിലെ പണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 11 മണി സമയത്ത് ഞാൻ എൻ്റെ ബെഡ് ഇങ്ങനെ തുറക്കാനിടേ. ബെഡ് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് എനിക്കൊരു പാക്കറ്റ് കിട്ടുകയാണ്. ആ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ 89 കേരളത്തിൽ നിന്ന് ഈ വണ്ടി വരുമ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് പ്രാർത്ഥിച്ച് തന്നുവിട്ട ഒരു ബൈബിള്, അതിനുള്ളിൽ തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ്, അതുപോലെ തന്നെ രക്ഷാമാർഗം എന്നൊരു ട്രാക്റ്റ് ഉണ്ട്. അതുകൂടാതെ കുറച്ച് വചനങ്ങളൊക്കെ ചേച്ചി എഴുതി വെച്ചു. എൻ്റെ കല്ലുംകൂട്ടത്തിൽ നിന്നാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഈ കുടുംബങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പോലും ദൈവത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടില്ല. ശരിക്കും അമ്പലവാസികളായവർ കഴിഞ്ഞു പോകുന്നു. എന്നാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് 2 കുട്ടികൾ ഇവർ വിശ്വാസത്തിൽ കടന്നു വന്നു. വളരെയേറെ കഷ്ടതയുടെ പ്രയാസത്തിന്റെ നടുവിലൂടെ നടക്കുമ്പോൾ മരണം മാത്രം മുമ്പിൽ കണ്ട സമയത്ത് പോട്ട ആശ്രമത്തിൽ പോയാണ് അവരെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഇടയായത്. എൻ്റെ കുടുംബക്കാർ മുഴുവൻ എതിരായിരുന്നു. അനേക നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളുടെ മധ്യത്തില് എൻ്റെ ചേച്ചിയും കുടുംബം കഷ്ടതയുടെ നടുവിലായിരുന്നു. എന്നാലും അറിഞ്ഞ വിശ്വാസ സത്യത്തിന് വേണ്ടി അവർ നിലനിന്നു. ഇന്ന് IPSയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കും.
അപ്പൊ ഈ ചേച്ചി ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് തന്നു വിട്ട പൊതിയാണ് ഇത്. എന്നോട് ഒരു മോനെ എന്ന് ഈ ബൈബിള് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ്. എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ചെറുപ്പം മുതലേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരമ്മ നോക്കുന്ന പോലെ നോക്കിയിരുന്ന എൻ്റെ കുഞ്ഞേച്ചിയാ. ഈ ചേച്ചിയാണ് അന്നും ഇന്നും എന്ന് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രസവിച്ചത് അമ്മയാണെങ്കിലും വളർത്തിയത് എൻ്റെ ചേച്ചി. എന്നെ വളർത്തുന്നതിന് വേണ്ടി പരസ്പരം മത്സരങ്ങളായിരുന്നു എൻ്റെ വീട്ടിൽ. കാരണം ഏറ്റവുമുള്ള കുട്ടിയാണ്, ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ നോക്കാൻ എല്ലാവർക്കും പരസ്പരം ഈ 6 പേർക്കും മത്സരങ്ങളായിരുന്നു. ഈ ചേച്ചി തന്നുവിട്ട ഈ ബൈബിള് എനിക്ക് കിട്ടാനിടയായി. ഞാൻ ഇത് പെട്ടിയിൽ നിന്ന് എടുക്കുക എന്റെ കയ്യിലിരുന്നപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ പോണം ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് അത്യഗാധമായ ഒരു ഭയങ്കര ആഗ്രഹം പൊട്ടുമുളയ്ക്കുക. പക്ഷെ ഞാൻ എവിടെ പോകും പ്രാർത്ഥിക്കാൻ? ഞാൻ അങ്ങനെ ഇരുന്ന് എന്റെ ദൈവം ഞാൻ എവിടെ പ്രാർത്ഥിക്കാൻ പോവും എന്നിങ്ങനെ ആലോചിക്കുമ്പോ എന്നോട് ആരോ എന്റെ ചെവി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ ബൈബിൾ എടുത്ത് ഒരു തുണി പൊതിഞ്ഞിട്ട് ഈ അച്ചായന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 5 മലയാളികള് ഹിന്ദുക്കളാണ്, ഒരാള് ക്രൈസ്തവനാണ്. അദ്ദേഹം യാക്കോബ വിഭാഗത്തിൽ നിന്നും പെന്തക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വന്നാണ്. ഹസ്ബൻഡും വൈഫും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. ഞാൻ ഈ ബൈബിള് പൊതിഞ്ഞു കെട്ടി അച്ചായന്റെ അമ്മാമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ നിന്ന് പ്രസാദിന്റെ ഭാര്യ, അവളുടെ പേര് കവിത എന്ന പുള്ളിക്കാരി എന്നോട് ചോദിക്കും, ശാന്ത അവിടെ പോവാ? ഞാൻ പറയുന്നത് തുണി തയ്ക്കാൻ പോവുക. ഹല്ലേലൂയ. പുസ്തകത്തിന്റെ തുണിയുടെ അകത്ത് പൊതിഞ്ഞു വെച്ച് ബൈബിള് കക്ഷത്ത് വെച്ചോണ്ടാ പോകുന്നത്. അപ്പോ ജീവിതത്തിൽ ഒരിക്കലും നുണ പറയരുതെന്നൊരു ടീച്ചിങ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. എൻ്റെ അച്ഛൻ നുണ പറയില്ലാത്ത വ്യക്തിയായിരുന്നു. ഒരിക്കൽ പോലും എൻ്റെ നാവും തുമ്മിലും നുണ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ ബൈബിള് കഷത്തി വെച്ചോണ്ട് ആദ്യം ഞാൻ പറഞ്ഞ നുണയാ. ഞാൻ തുണി തയ്ക്കാൻ പോവാ. എൻ്റെ ഈ തുണി കേടാ പോയിരിക്കുന്നു, അത് എൻ്റെ അടുത്ത് മെഷീൻ ഇല്ലല്ലോ, അമ്മാമ്മയുടെ അടുത്ത് മെഷീൻ ഉണ്ട്, അതുകൊണ്ട് തയ്ക്കാൻ പോവാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കും. അമ്മാമ്മ എന്നെ വലിച്ചു വീട്ടിൽ കയറ്റും. എൻ്റെ ശാന്തേ, എനിക്ക് ഭയമാണ് കേട്ടോ, നിങ്ങളുടെ ആൾക്കാരാണ്, നമ്മളിവിടെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഇവര് വലിച്ചകത്ത് കയറ്റും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വചനം പറഞ്ഞു തന്ന് മനസ്സിലാക്കും, ഒരു ചായയൊക്കെ കുടിപ്പിച്ച് എന്നെ ഇവർ തിരിച്ചു വിടും. ഇങ്ങനെ ഞാൻ സ്ഥിരമായി പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഞാൻ പോകുമ്പോ ആരും കാണല്ലേ. ചിലപ്പോ അബദ്ധവശാൽ ഈ സ്ത്രീ അവിടെ നിൽക്കുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പറയും തുണി തയ്ക്കാൻ പോകണം. ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്നും തുണി തയ്ക്കാനുണ്ടോ ശാന്ത എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതെ, ഈ മോന്റെ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് വിട്ടിരിക്കുന്നു, അതുകൊണ്ട് തയ്ക്കാൻ പോകുന്നതാ. അങ്ങനെ ഞാന് പോയി അവരുടെ അടുത്ത് ആരാധന പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ വീട് സീതത്തോടാന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ അടുത്തായി ശബരിമല. ഇദ്ദേഹം എല്ലാ വർഷവും ഇവിടെ നിന്ന് വടക്കേ നിന്ന് നൊയമ്പും നോറ്റ് പൂർണ്ണമായ വ്രതശുദ്ധിയോടുകൂടി ശബരിമലയ്ക്ക് പോകുന്ന ആളാ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പോണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ അമ്മ മരിച്ചു പോകുന്നു. ബ്രെയിൻ ഹെമറേജ് ആയിരുന്നു. ഞാനും കുഞ്ഞും കൂടി നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ ബിസിനസ് ആയിട്ട് നിൽക്കുന്നു. പുള്ളിക്കാരന് വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. ഞാൻ പോകുന്നു. കാരണം എനിക്ക് മരിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഹൈന്ദവരുടെ വിശ്വാസം അനുസരിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മ മരിക്കുന്നത് വസുപഞ്ചകത്തിലാണ്. ഈ വസുപഞ്ചകത്തിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ 5 മരണം എന്നാണ് വിശ്വാസം. അപ്പോ അമ്മ മരിച്ചതിലല്ല സങ്കടം എല്ലാവർക്കും, ഇനിയുള്ള 5 പേരും മരിക്കരുത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃത്യുഞ്ജയ ഹോമം നടത്താൻ തീരുമാനിച്ചു. ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ ഞാനും പങ്കെടുത്തേ പറ്റൂ. ഒരു കാരണവശാലും ചെല്ലാതിരിക്കാൻ എനിക്കൊരു നിവൃത്തിയില്ല. ഞാനും കുഞ്ഞും കൂടി നാട്ടിലേക്ക് കടന്നു. വെറും 9 ദിവസത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും പുള്ളിക്കാരൻ എന്നോട് വെളിപ്പെട്ട് പറയാൻ പറ്റുന്നില്ല ഇന്ന പ്രശ്നം ഉണ്ടെന്ന്. കാരണം ഞാൻ അവിടെ വിഷയത്തിലും പ്രയാസത്തിലും ആണല്ലോ, അമ്മ മരിച്ചു പോയതല്ലേ. ആ കൂടെ ഈ വിഷമങ്ങൾ അറിയിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ എന്നോടൊന്നും പറയുന്നില്ല. വാസ്തവത്തിൽ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ആകെ പൊട്ടി, ലക്ഷങ്ങളുടെ കടം വന്ന് വീട്ടിലിരിക്കാൻ പോയ വെളിയിലും ഇരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ആളുടെ. എന്നോടൊട്ട് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്തൊക്കെയോ ആവുമെന്ന് പറയുന്നുണ്ട്, എനിക്കൊന്നോട്ട് മനസ്സിലാവുന്നു. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി തിരിച്ച് 9-ാം ദിവസം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് വീട്ടിലും കയറാൻ വയ്യ, വഴിയിലിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥ, ലക്ഷങ്ങളുടെ കടത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ നിവൃത്തിയില്ല. ആൾക്കാര് കേസ്, ലേബർ കേസ് മുതല് പോലീസ്, വക്കീല്,
പൈസ കടം കൊടുക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചു കൊടുക്കുന്ന കടക്കാര് മെഷീനറികൾ വാങ്ങിച്ചു തരുന്ന പൈസ ചോദിച്ചുകൊണ്ട് കടന്നു വരുന്നു, ലേബേഴ്സ് കടന്നു വരുന്നു, ചിലരോട് മെഷീനൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പലവിധ വിഷയങ്ങളാൽ നമ്മൾ ഭാരപ്പെട്ടു. വീട്ടിൽ എന്തായാലും ഇരിക്കാൻ വയ്യ. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിന് ചെന്നൈയിലുള്ള രാമനാഥപുരം എന്ന സ്ഥലത്ത്, രാമേശ്വരം, അവിടെ ഒരു വർക്ക് ശരിയാവാണ്. ഇദ്ദേഹം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. 7 മാസത്തേക്ക് ഇദ്ദേഹം ചെന്നൈയിലാണ് പോയി താമസിക്കുകയാണ്, അവിടെ വർക്ക് ചെയ്യുവാണ്. ഞാനും കുഞ്ഞും തന്നെ പണിതിരിക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലേഷ്യസ് ബിൽഡിംഗ് എന്ന് പറയും. ടോട്ടൽ ഫ്രണ്ടിൽ മുഴുവൻ ഗ്രാനൈറ്റ്, അകത്ത് മുഴുവൻ മാർബിളിന്റെ ഇടയ്ക്കോടെ ബ്രാസ് ഒക്കെ ഇട്ട് നമ്മുടെ CD സ്റ്റെപ്പൊക്കെ മുഴുവൻ മാർബിളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഓർക്ക് ഇവരെ കയ്യിൽ കോടിക്കണക്കിന് പൈസ കൊണ്ടുവന്നു. കയ്യിൽ 5 പൈസ ഇല്ല. ഞാനും കുഞ്ഞും തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയം തോന്നി. ദൈവമേ, ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇത്രയും ദൈവങ്ങൾ ഉണ്ടായിരുന്നു, നമ്മള് യേശുവിന്റെ പുറകെ പ്രാർത്ഥിക്കാൻ പോയിട്ട് വല്ല ആണോ? ഉള്ളിൽ ഭയം ഉണ്ട്. ഹസ്ബൻഡിനോടൊട്ട് പറയാനും നിവൃത്തിയില്ല. ഞാൻ ആകെ ഇങ്ങനെ ഭാരത്തിനും പ്രയാസത്തിലും ഒക്കെ ആയിരുന്നു. എന്നാൽ ഏലിയാവിന്റെ കാക്ക, ഹല്ലേലൂയ, അന്നും ഇന്നും എന്നും ഉണ്ട്. സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, വിശ്വസിക്കാത്ത മേഖലകളിലൂടെ ദൈവം എന്നെ നടത്തി. എനിക്ക് വീണ്ടും ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. കുഞ്ഞിന് ഫീസ് കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, ഹസ്ബൻഡ് കൂടെ ഇല്ല. വിവാഹം കഴിച്ചിട്ട് ഒരിക്കൽ പോലും ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ആകെ പോയിട്ടുള്ള ഇപ്പൊ അമ്മ മരിച്ചപ്പോൾ 9 ദിവസത്തേക്ക് നാട്ടിൽ പോയതാണ്. അല്ലാതെ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടുമില്ല. ഇദ്ദേഹം പോകുന്നതിന്റെ ബുദ്ധിമുട്ട്, ഒറ്റയായി, ചുറ്റും മലയാളികൾ കിടക്കുന്നു, മറ്റുള്ളവരുടെ മുന്നിലുള്ള അന്തസ്സോടെ അഭിമാനത്തോടെ കഴിഞ്ഞിരുന്നവര്. അപ്പോൾ കടക്കാർ കടന്നു വരുന്നു. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മോശം, നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര കോംപ്ലക്സ്, ഈഗോയും എല്ലാം ഉണ്ട്. മറ്റുള്ളവർ നമ്മുടെ പ്രോബ്ലം അറിയുമ്പോൾ മോശമല്ലയോ? അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഒരു ജോലി ശരിയായി. ഞാൻ ജോലിക്കായി കടന്നുപോയി. ഞാൻ ജോലിക്ക് പോയി, കുഞ്ഞ് സ്കൂളിൽ പോകുന്നു. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നു. എന്നാലും നമുക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കടക്കാർ കൂടി വരും. ആളെത്തിയെന്നറിയുമ്പോൾ കടക്കാര് കൊടുക്കാനുള്ളവര് എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ മറ്റൊരു മാർഗമില്ല, വീട് വിൽക്കുകയേ മാർഗമുള്ളൂ. അപ്പോ ഞങ്ങൾ വീട് വിറ്റ് വാങ്ങിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിത് കഴിഞ്ഞപ്പോ ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ നടത്തിയാണ് ശരിക്കും കയറി താമസിച്ചത്. അപ്പൊ ഞാനിങ്ങനെ കമന്ന് കിടന്ന് നമ്പൂരിയുടെ മുമ്പിൽ കമന്ന് കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഫോട്ടോ ഒക്കെ എന്റെ ചേച്ചി കണ്ടിരുന്നു കേട്ടോ. ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു, മോനെ ഈ കൊട്ടാരം വിട്ട് ഇറങ്ങും കേട്ടോ. അപ്പൊ ഞാൻ കരുതി ചേച്ചിക്ക് എന്നോട് അസൂയ കൊണ്ടാണ് ഇവളിങ്ങനെ പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ ചേച്ചിയോട് വലിയ സംസാരങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വീട് വിറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്നു വെളിയിൽ ഇറങ്ങേണ്ടതായിട്ട് വന്നു. വെളിയിൽ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റത് വെറും 12 ലക്ഷം രൂപയ്ക്കാണ്. നമ്മുടെ കടങ്ങളൊക്കെ ഏകദേശം കുറെയൊക്കെ നമ്മൾ കൊടുത്തു തീർത്തു. എന്നിട്ട് അവശേഷിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ബസായി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ വസ്തു വാങ്ങിക്കുക ചെയ്യുന്നത്. അത് നമുക്ക് അന്ന് ആദ്യം ഉണ്ടായിരുന്ന 74 ഗേജ് സ്ഥലത്തിനുള്ളിലാണ് നമ്മുടെ ആദ്യത്തെ വീടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വസ്തു വാങ്ങിക്കാൻ ദൈവം കൃപ വന്നത് 200 ഗേജ് സ്ഥലം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എന്റെ നാമം നിമിത്തം നിങ്ങൾ വീടുകളെയോ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ എന്ത് നഷ്ടപ്പെട്ടാലും 100 ഇരട്ടി നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിത്യജീവനെ അവകാശമാക്കി തരാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ഒരു വീടിന്റെ സ്ഥാനത്ത് അതുപോലെ ഒരു 3 വീട് പണിയാനുള്ള സ്ഥലമായി 200 ഗേജ് എന്ന് പറയുന്നത്. ഇത് ദൈവം നമുക്ക് തരുക. പക്ഷെ തന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ താമസയോഗ്യമല്ല, വിജനമായ സ്ഥലം. നമ്മുടെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ വസ്തു കിടക്കുന്ന ബസായി എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഭീകരത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ബസായിലെ ജാട്ടുകളുടെ കോളനിയാണിത്. അവിടെ ഒരു വിധത്തിൽ ജീവന് കൊതിയുള്ള ഒരു മനുഷ്യനും പോയി താമസിക്കത്തില്ല. താമസയോഗ്യമല്ല. നല്ല വഴികളില്ല, കടകളില്ല, കരണ്ടില്ല, വെള്ളമില്ല. വെറും അഗ്രികൾച്ചറൽ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കടുകും ഗോതമ്പ് പിന്നെ ചോളം ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലം, ആ കൂടെ കുറെ വനം പോലെ ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം. ഇതിന്റെ നടുക്ക് പോയി നമ്മൾ വസ്തു വാങ്ങിച്ച് താമസയോഗ്യമല്ല. അങ്ങനെ വന്നപ്പോ നമ്മൾ എവിടെ താമസിക്കുന്നേ എന്ന് ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ അവിടെ ഞങ്ങളുടെ പ്ലോട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഡൽഹി പോലീസുകാരൻ ഒരു വീട് പണിയുന്നുണ്ട്. ഈ വീട് പണിതിട്ട് അദ്ദേഹം മുകളിലത്തെ നില ആദ്യം പണിത് ഞങ്ങൾക്ക് വേണ്ടി അയാൾ തന്നു. അതായത് ആരും താമസിക്കാത്ത
പുതിയൊരു വീടിന്റെ താക്കോല് ദൈവം നമ്മുടെ കയ്യിലാണ് തരുന്നത്. നമ്മളാണ് അവിടെ എന്ത് ചെയ്ത് പാല് കാച്ചി കയറി കൂടുന്നത്. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞാൽ വീട്ടുകാരവിടെ താമസിക്കാൻ കടന്നു വരുന്നത്. നമ്മൾ അവിടെ പോയി താമസം തുടങ്ങി. അവിടെ നിന്നും നടന്നു പോകാനുള്ള വഴിയാണ് നമ്മുടെ പ്ലോട്ടുള്ളത്. അതിലൊരു 4 ഭിത്തിയൊക്കെ കെട്ടി ആ പ്ലോട്ടിന് രണ്ടായിട്ട് തിരിച്ച് ഒരു വശത്ത് 2 റൂമും ഒരു ഷെഡ് വിട്ട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. പ്ലാസ്റ്റിക്കിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുത്തു. അതിനോട് ചേർന്നതിനുള്ള അടുത്ത പ്ലോട്ട് നമ്മുടെ അതിനുള്ളിൽ ഒരു റൂമും ഒരു സ്റ്റോറും പണിതു. അതിനുള്ളിൽ നമ്മൾ ഹസ്ബൻഡിന്റെ മെഷീനറി സാധനങ്ങളും ടൂൾസും എല്ലായിട്ട് ലോക്ക് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ആദ്യം ചെന്ന പ്രോപ്പർട്ടിയിൽ ഒരു ബോർവെൽ ഉണ്ടാക്കി, ഹാൻഡ് പമ്പ് വെച്ചു, വെള്ളം വേണമല്ലോ. അതുപോലെ കറണ്ടിന് അപ്ലൈ ചെയ്തു. കറണ്ടും പെട്ടെന്ന് കിട്ടി. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് റോഡിൽ നിന്ന് നമ്മുടെ മുളയിൽ കെട്ടി ഇങ്ങനെ കൊണ്ടുവരണം കറണ്ട്, അല്ലാതെ പോസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു കണക്ഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വാടക വീട്ടിൽ താമസിക്കുന്ന വല്ലപ്പോഴും ഈ പ്ലോട്ടിൽ ഒന്ന് വന്ന് നോക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു കൺവെൻഷൻ നടന്നു. നോട്ടീസ് എൻ്റെ വീടിന്റെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിരുന്നു. ഞാൻ ഇദ്ദേഹമൊക്കെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ എല്ലാ വീട് നമ്മൾ ക്ലീൻ ആക്കുമല്ലോ, ഞാൻ നോക്കിയപ്പോൾ ഒരു നോട്ടീസ് എനിക്ക് കിട്ടി. ഈ നോട്ടീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ധർമ്മശാലയിൽ ഒരു കൺവെൻഷൻ നടത്തിയത്, ചെറിയൊരു കൺവെൻഷൻ നടത്തുക. ഈ നോട്ടീസിന്റെ അടിയിൽ നോക്കിയപ്പോൾ ഒരു പേര്. ആ പേര് ഇപ്രകാരമാണ്: ബ്രദർ PS നായർ. അദ്ദേഹത്തിന് ഫോൺ നമ്പറും ഉണ്ട്. അപ്പൊ ഈ നായർ എന്നിങ്ങനെയാ ബ്രദറായേ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അങ്ങ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ അവിടുന്ന് പോന്നു കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സ് പോലും ആർക്കും കൊടുത്തിട്ടില്ല, ആരോട് സംസാരമില്ല, ആരുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം സ്വന്തം വീട്ടിൽ നമ്മൾ വാടക വീട്ടിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. കൊതി തീർന്നിട്ടില്ല. വീട് പണിത് 2 വർഷം പോലും നമ്മളവിടെ സന്തോഷത്തോടെ കഴിയാൻ കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അയൽക്കാർക്കൊന്നും ഞങ്ങൾ പോകുന്ന സ്ഥലം പോലും പറയാതെ പോകുന്ന, ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പോഴാണ് ഈ PS നായർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോൺ നമ്പർ എനിക്ക് കിട്ടുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഈ നായർ എങ്ങനെ ബ്രദറായി. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അങ്ങ് വിളിക്കുക, ബ്രദർ PS നായരാണോ? അപ്പൊ ആണ്. സിസ്റ്റർ ആരാ സംസാരിക്കുന്നത്? ഞാനിങ്ങനെ, എൻ്റെ പേര് ശാന്ത എന്നാണ്, ഞാനിങ്ങനെ ബസായിന്ന് സംസാരിക്കുന്നത്. ഞാൻ ബ്രദർ ഒരു കാര്യം അറിയാൻ ചോദിക്കുക, ഈ നായർ എങ്ങനെ ബ്രദറായെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. സ്തോത്രം. നായർ എങ്ങനെ ബ്രദർ? ഇങ്ങനെ തന്നെയാ ചോദിക്കുന്നത്. ചോദിക്കാൻ ഉള്ളിൽ വേറൊരു കാര്യത്തോടുണ്ട്. എൻ്റെ ചേച്ചി ഭയങ്കര സാക്ഷ്യത്തോടുകൂടി വിശ്വാസത്തിൽ കടന്നു വന്നതാണ്. അപ്പൊ ഇങ്ങനെ എന്തോ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടായാലും ഒരു നായർ എന്തായാലും വിശ്വാസത്തിൽ കടന്നു വന്നേ. അതെന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും മിസ്സസും കൂടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഈ പിറ്റേ ദിവസം എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും 2 കുട്ടികളും കൂടി വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഇവര് നമ്മുടെ ഗുഡ്ഗാവിൽ തന്നെ ഒരു ചർച്ച് നടത്തുന്നുണ്ട്. ഹോസ്റ്റലിൽ ഒരു ചർച്ച് നടത്തുന്നുണ്ട്. ഇവര് കുറച്ച് വിശ്വാസികൾ എല്ലാവരും കൂടി ഹോസ്റ്റലിൽ റൂം എടുത്തിട്ട് 10,000 രൂപ മാസം കൊടുത്തിട്ടാണ് ഇവർ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽ സിറ്റി ചർച്ച് IPC നോർത്തേൺ റീജിയനിലുള്ള പാസ്റ്റർ ബിജി എന്ന് പറഞ്ഞ ദേവദാസന്റെ അണ്ടറിലുള്ള കുറച്ച് ദേവദാസന്മാരും എല്ലാം കൂടി വന്നിട്ടാണ് ഈ സഭ നടത്തുന്നത്. അപ്പൊ അവർ സൺഡേ അവിടെ നിന്ന് ഇവിടെ കടന്നു വരും, ആരാധന നടത്തും, തിരിച്ചു പോകും. ഇടയ ദിവസങ്ങളിലുള്ള ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ വരും, വിശ്വാസികൾ ഉറപ്പിക്കും. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഇവരെന്നെ ഈ ചർച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. സിസ്റ്റർ ആദ്യം വന്ന് സിസ്റ്റർ ഹസ്ബൻഡിനോട് കൂടി വന്ന് എന്നെ കൊണ്ടുപോയി 2-3 പ്രാവശ്യം കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോയി വിടാവും. അപ്പൊ ഈ പുള്ളിക്കാരന് പെന്തക്കോസുകാരോട് ഭയങ്കര അലർജിയാണ്, പ്രാർത്ഥനക്കാരോട് അലർജിയാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുമ്പോൾ കോട്ടയത്തുള്ള ഒരു തോമസ് അച്ചായനാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പൊ എൻ്റെ ചേച്ചി വിശ്വാസത്തിൽ വന്ന കാര്യം ഈ തോമസ് അച്ചായനോട് എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കുമ്പോൾ ഈ തോമസ് അച്ചായൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് പുള്ളിക്കാരൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, സുരേഷേ നീ സൂക്ഷിച്ചോണോട്ടോ, ഈ ബന്ധക്കോസിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പിടിച്ചെടുക്കും. ഹല്ലേലൂയ. ഈ ഒരു ഉദ്ദേശം പുള്ളിക്കാരൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഒരു കാരണവശാലും പുള്ളി പ്രാർത്ഥിക്കാൻ തന്നെ പുള്ളിക്ക് താല്പര്യമില്ല. എന്നാൽ എന്നോട് പറഞ്ഞു നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല, എന്നെ ഒന്ന് കൊണ്ടുവിടാം. അങ്ങനെ ഇദ്ദേഹം എന്നെ മോട്ടോർ സൈക്കിളിൽ എന്നെയും കുഞ്ഞിനെയും കൂടി പള്ളിയിൽ കൊണ്ടുവിടാൻ തുടങ്ങി. പള്ളിയുടെ പുറത്ത് വന്നിരിക്കുന്ന എന്നെ അകത്ത് കയറ്റിവിടും. എന്ത് ചെയ്താൽ വരത്തില്ല. സഹോദരിമാർ പറയും ബ്രദറെ അകത്ത് വാ, ബ്രദർ വരത്തില്ല. അങ്ങനെ വിളിച്ചു ഒരു ദിവസം വന്നു, പുറകിൽ വന്നിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് കൈ കെട്ടി അങ്ങ് നിൽക്കും. ഒരു കാരണവശാലും പള്ളിയിൽ വരും. ദേവദാസന്മാർ പറയുന്നുണ്ട് കൈ ഒഴുത്തുന്നുള്ളവരൊക്കെ ഒന്ന് കൈ അടിക്കാട്ടോ എന്ന് പറയും. ഇദ്ദേഹം അവിടെ കയ്യിലെടുക്കും. എൻ്റെ കൈ എനിക്ക് എന്നെ ഇഷ്ടമുള്ള പിടിക്കുന്ന രീതിയിലാണ് മസിൽ പിടിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കും, അല്ലാതുകൊണ്ട് കൈ അടിക്കത്തില്ല.
ഒരു ദിവസം ദേവദാസനെ ആത്മാർത്ഥമായി പറയട്ടെ, വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, ഈ പുറകിലിരുന്നത് ആള് മുമ്പിൽ വന്നിട്ട് കൈയടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ദാസനാ. ഇദ്ദേഹം മുമ്പിലിരുന്ന് കൈയടിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവദാസന്മാരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാത്തിനും ഇദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കാര്യത്തിനും ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കത്തില്ല. പല ക്വസ്റ്റ്യനും ഈ ദേവദാസന് മറുപടി പറയാനും പറ്റുന്നില്ല. എന്നാലും കൂട്ടായ്മ, ചൊവ്വാഴ്ച പ്രാർത്ഥന, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറേശ്ശെ നടത്താൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം, ദൈവത്തോട് ചേർന്ന് ആരാധിക്കണം. അതിനു വേണ്ടി എനിക്ക് തിരുമേശ എടുക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് സ്നാനപ്പെട്ടേ പറ്റൂ. ഞാൻ സ്നാനപ്പെടുന്നതിനെ കുറിച്ച് സഹോദരിമാരോട് പറഞ്ഞപ്പോ എറണാകുളത്തുനിന്ന് വരുന്ന ഒരു അമ്മാമ്മയുണ്ട്. ഈ അമ്മാമ്മേനോട് ജെസ്സി അമ്മാമ്മ എന്നോട്, ശാന്തി ഒരു കാര്യം, ശാന്തി എങ്ങനെ സ്നാനപ്പെടാം, ബ്രദറെ പിന്നെ വിശ്വാസത്തിൽ വന്നോളും, എന്നിട്ട് പിന്നെ സ്നാനപ്പെടാം. അപ്പൊ ഞാന് പറഞ്ഞു, ഇല്ല അമ്മാമ്മേ, ഞാൻ എങ്ങനെ സ്നാനപ്പെടുത്തില്ല. ദൈവം ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാ, സ്ത്രീയല്ല സൃഷ്ടിച്ചത്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ദൈവം. എന്റെ ഹസ്ബൻഡ് എന്റെ മുമ്പേ പോകണം. പുള്ളി ആദ്യം സ്നാനക്കുളത്തിൽ ഇറങ്ങും, പിന്നെ ഞാൻ ഇറങ്ങും, അത് കഴിഞ്ഞ് എന്റെ കുഞ്ഞിറങ്ങും അമ്മാമ്മ. എന്നാ ശാന്തയുടെ ഇഷ്ടം, എന്തായാലും ബ്രദറിനോട് സംസാരിക്കുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, പപ്പ നമുക്കങ്ങ് സ്നാനപ്പെടാം പപ്പ, എന്നാലും നമുക്ക് തിരുമേശയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് സ്നാനപ്പെടണം. പറഞ്ഞു, നീ സ്നാനപ്പെടണമെങ്കിൽ നീ സ്നാനപ്പെടുത്തു, ഞാൻ എന്തിനാ സ്നാനപ്പെടണേ? അത് നീ പറയുന്ന അനുസരിച്ച് ഞാൻ അങ്ങ് സ്നാനപ്പെട്ടെന്നിരിക്കട്ടെ. നീ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവന്റെ സർട്ടിഫിക്കറ്റിൽ എന്ത് പേര് വരും? നമ്മുടെ വിവാഹത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞിന്റെ വിവാഹം നടക്കുവോ? ആരെങ്കിലും പെണ്ണ് തരുമോ? പോട്ടെ, നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? എന്തിനു പറയണം? ഇവിടെ ചത്തു കഴിഞ്ഞ് എവിടെ കുഴിച്ചിടൂന്ന് വരെ എന്നോട് ചോദിച്ചു. ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും എന്റെ കയ്യിൽ മറുപടിയില്ല. എന്റെ വായ അടച്ചു പോയി. എപ്പോഴെല്ലാം നമ്മുടെ ഉത്തരം മുട്ടുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടും. തമ്പുരാൻ എന്നോട് ഒറ്റ ചോദ്യം, ഈ കുഞ്ഞിനെ ഞാനല്ലേ നിനക്ക് തന്നത്? ഹല്ലേലൂയ. ആ ചോദ്യം അങ്ങനെ തന്നെ ഞാൻ പപ്പയോടെ പറഞ്ഞു, പപ്പ ഈ കുഞ്ഞിന്റെ ദൈവം അല്ലേ നമുക്ക് തന്നത്? ദൈവം തന്നതെങ്കിൽ അവന്റെ ഭാവിയും ദൈവം ഉറപ്പ് വരുത്തിക്കൊള്ളും. അവൻ ആര് വിവാഹം കഴിക്കണം, എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. എന്റെ വീട് എറണാകുളം ജില്ലയിൽ കേരളത്തിൽ അങ്ങേയറ്റത്ത് കിടക്കും. നിങ്ങളുടെ വീട് കേരളത്തിൽ അങ്ങേയറ്റത്ത് സീതത്തോട് കിടക്കും. നമ്മുടെ വിവാഹം നടന്നോ? നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ടോ? ദൈവിക നിയോഗം ആ ദൈവം ചെയ്തു. പുള്ളിയുടെ വായടച്ചു, സിംഹത്തിന്റെ വാഴച്ചോല വായം കടഞ്ഞു പോയി. അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ, രാത്രി ഒരു പാതിരയായിട്ടുണ്ട്, ഈ സമയത്ത് പുള്ളിക്കാരൻ അലറി വിളിക്കുക. കാരണം എന്തുവാ? ദൈവം ആദ്യം സ്വർഗം അങ്ങ് കാണിച്ചു കൊടുത്തു. സ്വർഗം കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ഉടനെ തന്നെ ദൈവം നരകം അങ്ങ് കാണിച്ചു കൊടുത്തു. ഈ നരകം സ്വർഗം എന്നൊക്കെ എല്ലാവരും പറഞ്ഞേ കേട്ടുള്ളൂ. ഇദ്ദേഹം അത് കണ്ടു. തീയും ചീഞ്ഞ വൃത്തികെട്ട സാധനങ്ങൾ, ചാവാത്ത പുഴുവും കെടാത്ത തീയും, കാണാവുന്ന സംഭവം എല്ലാം കണ്ട് അലറി വിളിച്ചു. ദൈവം പറയടാ, നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ നീ ഇഷ്ടപ്പെട്ട് എടുത്തു. അലറി വിളിച്ചു ഒച്ച കേട്ട് ഞാൻ എടുത്തിട്ട്, എന്താ പറ്റിയേ? അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു, നാളെ രാവിലെ സ്നാനപ്പെടാൻ ദേവദാസനെ വിളിച്ചു. സ്തോത്രം. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാലും നേരം വെളുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവോ? ഞാൻ നേരം വെളുത്തോണ്ട് സിസ്റ്ററിന് ഫോൺ ചെയ്തു, ശ്യാമ സിസ്റ്റർ വിളിച്ചു, സിസ്റ്ററെ ബ്രദർ സ്നാനപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, സിസ്റ്റർ നേരായിട്ട് പറഞ്ഞാണോ സിസ്റ്ററെ? ഞാൻ പറഞ്ഞു, അതെ സിസ്റ്ററെ, ഇങ്ങനെ സംഭവം ഉണ്ടായി, വിളിക്കാൻ പറഞ്ഞു. സിസ്റ്റർ ഹസ്ബൻഡും കൂടി സംസാരിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് ബിജി പാസിനെ വിളിച്ചു വരുത്തി. ബിജി പാസ് വീട്ടിൽ വന്നിരുന്നപ്പോ ഒരു ഒറ്റ പ്രസംഗം, റോമർ 6. ഹല്ലേലൂയ. ഭയങ്കര പ്രസംഗമൊക്കെ പുള്ളിക്കാരൻ നിർത്തി. എന്തെങ്കിലും മനസ്സിലാവോ? മത്തായി ആരാ, മർക്കോസ് ആരാ, ലൂക്കോസ് ആരാ, യോഹന്നാൻ ആരാ, ഈ ബൈബിളിൽ അത്ര പുസ്തകമുണ്ട്, യേശുക്രിസ്തു ആരാന്ന് പോലും നേരായിട്ട് അറിയില്ലാത്ത വ്യക്തിയുടെ മുമ്പിൽ ഈ റോമർ 6 പ്രസംഗിച്ച് എന്തോ മനസ്സിലാവണം, ഒന്നും മനസ്സിലായില്ല. പേടിച്ച് പിറ്റേ ദിവസം എന്തെന്നറിയാമോ? പുള്ളി സ്നാനക്കുളത്തിൽ ഇറങ്ങി. ഞങ്ങൾ അന്ന് സ്നാനക്കുളത്തിൽ ഇറങ്ങിയത് ഇന്ന് ഞങ്ങളുടെ IPSCയുടെ ഗുഡ്ഗാവിലെ സെക്രട്ടറി ഉണ്ടാക്കി വെച്ചായിരുന്നു സ്നാനക്കുളത്തിൽ. ഹല്ലേലൂയ. അന്ന് നമ്മൾ അറിയുന്നില്ല, നമുക്ക് IPSC എന്താ ഒന്നും അറിയത്തില്ല, സ്നാനക്കുളം എന്താ ഒന്നും അറിയത്തില്ല. എന്തായാലും പോകണമെന്ന് ആഗ്രഹിച്ചുള്ളൂ. പുള്ളിക്കാരന് ദൈവം ആദ്യം ഇറക്കി, രണ്ടാമത് ഞാൻ ഇറങ്ങി, മൂന്നാമത് എന്റെ കുഞ്ഞിറങ്ങി. ഒറ്റ ദിവസം ഒരു സ്നാനക്കുളത്തിൽ സ്നാനപ്പെട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഹല്ലേലൂയ. തന്റെ ഭക്തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവം. ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ അന്ന് പറഞ്ഞത്. ആദ്യം എന്റെ ഭർത്താവ് ഇറങ്ങും, പിന്നെ ഞാൻ ഇറങ്ങും, അതിനുശേഷമായിട്ട് കുഞ്ഞിറങ്ങും. ദൈവം അത് അങ്ങനെ തന്നെ സാധിച്ചു തന്നു. ഹല്ലേലൂയ.
അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഫെലോഷിപ്പ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ വാടക വീട്ടിലാണ്. താഴത്തെ നിലയിൽ വീട്ടുകാർ താമസിക്കാൻ തുടങ്ങി, മുകളിലത്തെ നിലയിൽ നമ്മളിരുന്ന് ആരാധിക്കാൻ തുടങ്ങി. സഹോദരിമാര് വീട്ടിൽ കടന്നു വരുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മൾ ആത്മാവിലങ്ങ് ആരാധിക്കും. എല്ലാവരും ആഗ്രഹത്തോടെ ദൂരെ ദൂരെ നിന്ന് വരുന്ന സഹോദരിമാരൊക്കെയാണ്. വളരെ കഷ്ടതകളോടെ ഈ വെള്ളവും ചെളിയുള്ള വഴിയിലൂടെ കടന്നു വരുന്ന ബസായി റോഡ് എന്ന് പറഞ്ഞാൽ കിച്ചട് നിറഞ്ഞെടുക്കുവോ. പലരും ഉരുണ്ട് വീണൊക്കെ കടന്നു വരുന്നത്. വന്നു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് ആരാധിക്കുമ്പോ അത് പാട്ട് പാടണേ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം, പിന്മഴ നൽകേണം, മാലിന്യം മാറ്റേണം, നിഞ്ചരം ഉണർന്നു വേല ചെയ്യുവാൻ. ഇത്രയൊക്കെ അങ്ങ് പരമത്തെ ദൈവം തമ്പുരാൻ ഇറങ്ങും. ഭൂമിയിൽ രണ്ടുപേരും എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും മധ്യ വരാമെന്ന് പറഞ്ഞ കർത്താവ് ആ മധ്യ അങ്ങ് ഇറങ്ങുമായിരുന്നു. ചാടി തുള്ളി ആരാധിക്കുന്ന ഒച്ച കേൾക്കുമ്പോ വീട്ടുകാരന്റെ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരും. എന്താ പറഞ്ഞ പെണ്ണുങ്ങൾ ചാടത്തുള്ളൂ, അവര് ലെൻഡർ പൊളിച്ചു കളിയോന്ന് ഭയത്താലാണ് ഇവര് മോളിൽ കടന്നു വരുന്നത്. അപ്പൊ ഞങ്ങൾ ഓർത്ത്, ദൈവമേ നമുക്ക് എന്തായാലും അവിടെ സ്ഥലം കിടക്കണ്ടല്ലോ, ഓൾറെഡി റൂമുണ്ട്, ഒരടുക്കള ഒരു ബാത്റൂമും കൂടി പണിത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആവാം, ഇഷ്ടം പോലെ നമുക്ക് ആരാധിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഹസ്ബൻഡ് വിശ്വാസത്തിലെല്ലാം കടന്നു വന്നു. ഇദ്ദേഹം ചാർമിനാർ സിഗരറ്റൊക്കെ ഇങ്ങനെ ഇരുന്ന് വലിക്കുമായിരുന്നു. ഈ സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന, ഇതിനങ്ങ് ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടുക, വലിച്ചെറിഞ്ഞ് വളയെ കളഞ്ഞു. ഹല്ലേലൂയ. ദൈവഹിതങ്ങളല്ല പല വഴികളിലും, ബൈബിള് പറയാത്ത പല വഴികളിലൂടെ നടന്ന ഒരു ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ്. ഇദ്ദേഹം പോകേണ്ട ചില വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ തമ്പയം പറയാം, എൻ്റെ മോനെ അതല്ല വഴി, നിന്റെ ഈ വഴിയിലേക്ക് പോകും. അനാവശ്യമായ സകല ബന്ധങ്ങളെയും തമ്പുരാൻ വെട്ടി അങ്ങ് മുറിച്ചു. ഹല്ലേലൂയ. എന്നാലും ഇദ്ദേഹത്തിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ അടുക്കളയുടെ മുകളിൽ ഇങ്ങനെ ഈ മസാലയൊക്കെ വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഡിബ്ബയുടെ ഇടയിൽ ചെറിയ വൈറ്റ് പേപ്പർ ഗോൾഡ് വിസ്കിയുടെ ഒരു പൗവ ചെറുത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് വല്ലപ്പോഴും ഇറച്ചിയ മീനൊക്കെ വെക്കുമ്പോൾ അതിന്റെ കൂടെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ കുടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ ഇതങ്ങ് കളഞ്ഞേരട്ടോ, ഇനി ഇതൊന്നും തോടല്ലേ. അപ്പൊ എന്നോട് ചോദിക്കും, ആദ്യത്തെ കള്ളുവാറ്റക്കാരനെ യേശു ക്രിസ്തു, കള്ളവാറ്റുകാരൻ യേശു ക്രിസ്തു ഏതാ? കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. പുള്ളിക്കാരന് ലൈസൻസ് വല്ലതും കിട്ടിയിട്ടാർന്നോ ചെയ്തേ? പോട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് വിൽക്കുന്നതും വാങ്ങുന്നതും ക്രിസ്മസിനും ഈസ്റ്ററിനുമാണ്. ഈ കാണാവുന്ന കള്ള് മുഴുവനും കേരളത്തിലെ നമ്പൂരി നായരുമാണ് കുടിച്ചു തീർക്കുന്നേ. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇദ്ദേഹം പറയുന്നതാണ്, ഈ കള്ളിന്റെ ബിസിനസ് ചെയ്യുന്നവരെല്ലാം ക്രിസ്ത്യാനികളാ. എനിക്ക് എന്തായാലും പറയാൻ പറ്റുമോ? മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചുമിണ്ടായിരുന്ന ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളു. അങ്ങനെ നമ്മൾ ഈ വീടൊന്ന് പണിയാന്ന് വെച്ചിട്ട് ഒരടുക്കളയും ബാത്റൂമും കൂടി പണിത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ താമസം തുടങ്ങാന്ന് വെച്ച് അതിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ രാവിലെ ഈ ദസറയുടെ അവധിയുണ്ട്. ദസറയുടെ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ മോന്റെ വണ്ടി വരുന്നത് ഒരു 6:30 ആകുമ്പോഴത്തേക്കും ബസ് വരും. ഈ കുഞ്ഞിനെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് എനിക്ക് പ്ലോട്ടിൽ പോകണം. അപ്പൊ ഹസ്ബൻഡ് ഈ കറണ്ടിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തേച്ചിട്ട് സിമെന്റ് തേച്ച ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കണമല്ലോ. അത് നനയ്ക്കാനും അപ്പൊ തന്നെ ഡ്രമ്മിൽ വെള്ളം പിടിച്ച് സ്റ്റോക്ക് ചെയ്യാനോട്ട് ഇദ്ദേഹം അങ്ങ് പോയി. മോട്ടോർ സൈക്കിൾ കൊടുത്തോണ്ട് ഒരു പോക്ക്, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പുള്ളി പോയി. ഞാൻ പറഞ്ഞു, ഞാൻ കൊച്ചിനെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം. ഇദ്ദേഹം അവിടെ ചെന്ന് ഗേറ്റ് അടച്ചിട്ട് വെളിയിൽ മോട്ടോർ സൈക്കിൾ വെച്ചു, അകത്തുനിന്ന് കുറ്റി ഇട്ടിട്ട് പോയിട്ട് ഈ ഹാൻഡ് പമ്പ് ഇങ്ങനെ അടിച്ചു. ഹാൻഡ് പമ്പും മോട്ടറും കൂടി കണക്റ്റഡ് ആണ്. ഹാൻഡ് പമ്പിന്റെ ഹെഡ് ഇതില് മോട്ടറിൽ വെള്ളം അടിച്ച് മോട്ടറിന്റെ ഹെഡില് പ്രഷർ ആയി കഴിഞ്ഞിട്ട് വേണം ഈ കറണ്ടിന്റെ താർ എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ കുത്താൻ. അപ്പൊ സ്വിച്ച് ബോർഡൊന്നും ഇല്ല, ഇങ്ങനെ ഒരു ഡയറക്റ്റ് ലൈൻ ഇട്ടിരിക്കുന്ന അതിലേക്ക് ഇങ്ങനെ ലൈൻ കൊടുക്കണം. ഇദ്ദേഹം ശരീരം മുഴുവൻ നനഞ്ഞു. ഈ ഇങ്ങനെ കറണ്ടിന്റെ താറെടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു താറ് ഇലക്ട്രിസിറ്റിക്കകത്ത്, ഒരു താറ് കൈയുടെ അകത്തും ആയിപ്പോയി. ഈ കൈക്കുള്ളിലേക്ക് കറണ്ട് അങ്ങ് കയറിയിട്ട് താറ് കൂടി കൈ അങ്ങ് കരിഞ്ഞ് ഈ കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഒരു വല്ലാത്ത അസ്ഥയൊക്കെ അങ്ങ് വല്ലാത്തൊരവസ്ഥയെ കറണ്ട് പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തി. അനങ്ങാ നിവർത്തിയില്ല. ഒരു 2 കിലോമീറ്റർ ദൂരെങ്കിലും ഒരു മനുഷ്യനില്ല. ഗേറ്റ് അകത്തുനിന്ന് കുറ്റി. ഒന്നുകിൽ കറണ്ട് പിടിച്ച ഒരാൾ കറണ്ട് പോകണം, അതും അല്ലെങ്കിൽ ആരെങ്കിലും ഫ്യൂസ് ഊരണം, അതും അല്ലെങ്കിൽ നമ്മൾ ഈ തടി കൊണ്ടെല്ലാം അടിച്ചു വരച്ചത് മാറ്റണം. ഇതിനൊന്നും ആരുമില്ല. മരണം നിശ്ചയമാപ്പോൾ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവന്റെ ഒരു ദർശനം. ഹല്ലേലൂയ. പുള്ളി പറഞ്ഞ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറർ സിനിമയിൽ കാണുപോലെ ഇങ്ങനെ ഭീകരമായ കണ്ണൊന്നുമല്ല കർത്താവിന്റെ. വിളക്ക് കത്തിച്ചു വെച്ചതുപോലെ മഞ്ഞയും ചുമപ്പും ഓറഞ്ചും നിറം, അതിനകത്ത് നീല ഫ്ലെയിം ഇങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ശോഭയാർന്ന കണ്ണ കർത്താവിന്റെ എന്ന് പറഞ്ഞു. ഒരു ദർശനം കൊടുത്തു, നീ ആ താരങ്ങ് എടുത്തു മാറ്റേ.
ഈ ദൈവശബ്ദം കേട്ടതും ദൈവത്തിന്റെ ആ ദർശനം കിട്ടി. ഇദ്ദേഹത്തിന് ഒരു കൈ അങ്ങ് ഫ്രീ ആയി. കറണ്ട് അടിച്ചു കമ്പ് പോലെ ഇരുന്ന കൈ, വിറക് പോലെ ഇരുന്ന ശരീരത്തിൽ നിന്ന് ഒരു കൈ ഫ്രീ ആയിട്ട് ഈ താറ് പുഷ്പം പോലെ എടുത്തങ്ങ് കളഞ്ഞു. പുഷ്പം പോലെ അങ്ങ് എടുത്തു കളഞ്ഞു. മരണത്തെ അങ്ങ് നിന്ന് രക്ഷപ്പെട്ട്, മരണം നിശ്ചയമായിരുന്നു. ഇവിടുന്ന് ഒരു സന്തോഷം ഒന്ന് കയറുകയെന്ന പുള്ളി പറഞ്ഞു. പുള്ളിക്കാരൻ ആ ഗേറ്റും കുറ്റി ഇട്ടിട്ട് ഞാൻ കുഞ്ഞിനെ വിട്ടിട്ട് റോഡിലൂടെ അങ്ങ് നടന്നു വരുമ്പോ ഇദ്ദേഹം എന്റെ എക്സ്പ്രസ് പോണ പോലെ മോട്ടോർ സൈക്കിൾ പറന്നു പോവാ. അപ്പൊ ഞാൻ കരുതി എന്റെ ദൈവം എന്താ പറ്റിയ വെച്ചാലും മിണ്ടല്ലോ. ഞാനും പുറകെ ഓടി വീട്ടിൽ ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഇദ്ദേഹം ഇരുന്നങ്ങ് കരയുവാണ്. കരച്ചെന്ന് പറഞ്ഞ ഒരു 1.5 മണിക്കൂർ ഒറ്റ കരച്ചിൽ. കണ്ണുനീരെന്ന് പറഞ്ഞാൽ ദൈവദാസനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവം ഈ മുഴുവൻ ശരീരത്തിലൂടെ ഇതിങ്ങനെ അങ്ങോട്ട് ഒഴുകുക. ഞാൻ നേരത്തെ വചനം വായിച്ചിട്ടുണ്ട്, പാപിനിയായ സ്ത്രീ കണ്ണുനീര് കൊണ്ട് പിന്നെ കാല് കഴുകുന്നു. ഹല്ലേലൂയ. ഇപ്പൊ യേശുവിന്റെ കാല് കഴുകുന്നുണ്ട്. ഇത്രയും കണ്ണീര് എവിടാന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കണ്ണീര് കണ്ടപ്പോ ആ കണ്ണീരൊന്നുമല്ല, ഭയങ്കരമായ കണ്ണീർ. 1.5 മണിക്കൂർ ഒരു ശബ്ദിക്കാതിരുന്നത് കരഞ്ഞു. സകല ഭാഗങ്ങളും വന്ന് കഴുകിപ്പോയി. പിറ്റേ ദിവസം രാവിലെ വിസ്കിയുടെ ബോട്ടിലെടുത്ത് ഞങ്ങൾ ഏത് വ്യക്തിയോടാണോ പ്രോപ്പർട്ടി വാങ്ങിച്ച ആ പ്രോപ്പർട്ടി ഡീലറിനെ വിളിച്ച ഒരു മുകേഷ് എന്ന് പറഞ്ഞ ബ്രദർ പുള്ളിക്കാരന് കഴുപ്പി കൊടുത്തു. അതിനുശേഷം ഇന്നേ ദിവസം വരെ ഇങ്ങനെ ഒരു സാധനത്തെ തൊട്ടിട്ടില്ല. കള്ളുഷാപ്പിന്റെ അയലക്കത്തോടെ പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം വന്നു. നമ്മള് പൂർണ്ണമായ ഒരു പശ്ചാത്താപത്തിന്റെ അവസ്ഥയിലേക്ക് വന്ന് ദൈവത്തിന്റെ കൃപയില് ഞങ്ങളായി. ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് എന്തെല്ലാം തെറ്റായ വഴികളോട് നമുക്ക് പോകാം, കക്കാം, മോഷ്ടിക്കാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ ദൈവത്തിന്റെ വഴി പോകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതാണ്. ഞാൻ താമസിച്ചിരുന്ന എൻ്റെ വീടും തന്നെ 1 ഏക്കർ 56 സെന്റ് സ്ഥലത്തിന്റെ നടുക്ക. എനിക്ക് വേണ്ടി അളന്ന് തിരിച്ച് എൻ്റെ അമ്മായിയപ്പൻ്റെ അടുത്ത് വെച്ച് അളന്ന് തിരിച്ചിരുന്ന വസ്തു എൻ്റെ അച്ഛൻ എനിക്ക് തന്നില്ല. എനിക്ക് മാർഗവാസികൾക്ക് കൊടുക്കാൻ കല്ലും കൂട്ടത്തിൽ ശങ്കരന് വസ്തു ഇല്ല എന്ന് തീർത്തു പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ഭൂമിയിലെ പിതാവ് എനിക്ക് വേണ്ടി ഒന്നും കരുതാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം വടക്കേ ഇന്ത്യയുടെ മണ്ണില് 3 നിലയിൽ എനിക്ക് ഭവനം ഒരുക്കി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഞാൻ പെരുവഴിയിലല്ല ഇന്ന് കിടക്കുന്നത്. ഞാൻ എൻ്റെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ചർച്ചാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോർ ദേവദാസന്മാർക്ക് താമസിക്കാനായിട്ട് പണിതിട്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്ത വലുതാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാ. ഇങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം ആകെ വീട്ടിൽ നിന്ന് പ്രശ്നം, നാട്ടിൽ നിന്ന് പ്രശ്നം. ഇവിടെയാണെങ്കിലും നമ്മൾ അയ്യപ്പ സേവാ സമിതിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അയ്യപ്പന്റെ അമ്പലത്തില് ഈ പിന്നെ തിരുവാതിരയ്ക്ക് പാടിക്കൊടുത്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുഞ്ഞൊക്കെ താഴെക്കൂലി എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. അപ്പൊ അങ്ങനെ വന്നു എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് നിന്ദകളും പരിഹാസങ്ങളും വീട്ടിൽ നിന്നും അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം ഒന്നും സഹിക്കാൻ വയ്യ. കുഞ്ഞിനെ സ്നാനപ്പെടുത്തി പുറകോട്ട് നോക്കാൻ പേടി, മുമ്പോട്ട് പോകാനുള്ള വഴിയില്ല. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം സൺഡേയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സുജാപോൾ എന്ന് പറഞ്ഞ സഹോദരി അവിടെ ആരാധനയ്ക്കായി കടന്നു വന്നു. ഈ സഹോദരി വചനം എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കും, യേശുവേ നീ ജീവിച്ചിരിക്കുന്ന ദൈവമാണോ? എങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയേ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെയും കൂടി ഞാൻ നോക്കിപ്പോയല്ലോ ദൈവമേ. ഇങ്ങനെയാ പ്രാർത്ഥിച്ച് ആ സഹോദരൻ എൻ്റെ അടുക്കട്ട് കൊടുങ്കാറ്റ് പോലെ പറഞ്ഞറിയാണ്. ഒരു ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന സഹോദരൻ. എന്നെ ട്രിവാൻഡ്രാണ് അവരുടെ സ്വദേശം. അന്നാണ് ആദ്യമായിട്ട് ഞാൻ അവരെ കാണുന്നത്. അതിനുശേഷം ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പൊ ഈ സഹോദരൻ എൻ്റെ അടുത്ത് കൊടുങ്കാറ്റ് പോലെ വന്നു, നീ ബൈബിൾ എടുത്തോണ്ട് ഓടാൻ പോവാണെന്ന് പറയുക. എന്നിട്ട് അങ്ങോട്ട് പുള്ളിക്കാർ പോകുന്നുണ്ട്. എൻ്റെ ദൈവം എടുത്ത് ഒറ്റയേറാണ്. ഞാൻ ഒരിടത്ത് പോയി വീണു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ എൻ്റെ ദൈവത്തിന്റെ കരം, ഇന്ന് ജനിക്കുന്ന കുഞ്ഞിന്റെ കരത്തെക്കാള് മൃദുവായ കര എൻ്റെ കയ്യിലേക്ക്, ഹല്ലേലൂയ, അങ്ങനെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഞാൻ എൻ്റെ ശരീരം മുഴുവനും ദൈവശക്തിയാണ്. ഇതുവരെ അനുഭവിക്കാത്ത സ്നേഹം. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നീ ഭയപ്പെടണ്ട എന്നൊരു ശബ്ദവും എൻ്റെ ദൈവമേ പറയാൻ പറ്റത്തില്ല. എൻ്റെ അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, കുഞ്ഞിന്റെ സ്നേഹം, നാട്ടുകാരുടെ സ്നേഹം, ബന്ധുജനങ്ങളുടെ സ്നേഹം എല്ലാം ഉണ്ടെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും
ഇങ്ങനെ ഒരു സ്നേഹം പറയാൻ പറ്റത്തില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ നിന്ന് ഭയം എന്ന സാധനം അങ്ങ് വിട്ടുപോയി. പിന്നെ എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? യഹോവയെ കാത്തിരിക്കുന്ന അവൻ ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ പറന്നു വരും. ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എന്റെ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ ദൈവമാണെങ്കിൽ എന്തെങ്കിലും പറയാം. എനിക്കിന്ന് ഈ അരോമ ടിവിയിലെ പ്രേക്ഷകരോട് പറയാനുള്ളത് വേറൊന്നുമല്ല, ഞാൻ അറിഞ്ഞ ദൈവം യേശു ക്രിസ്തു ആരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലർക്കും യേശുവിനെ കുറിച്ച് പല വിധത്തിലുള്ള ഹല്ലേലൂയ അനുഭവങ്ങളാണ്. എന്റെ അനുഭവത്തിൽ എന്റെ യേശു ആരാണ്? ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മരിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഡെഡ് ബോഡിയുടെ കൂടെ കിടന്നിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ല. എന്റെ ഫുഡ് പൈപ്പ് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. എന്റെ ലിവർ മുഴുവനും കരിഞ്ഞു പോയതാ. ഹല്ലേലൂയ. ലങ്സ് മുഴുവൻ ഡാമേജ് ആണ്. എന്റെ വയറിന്റെ ഉള്ളിൽ ആമാശയത്തിന് മുകളിൽ സ്റ്റണ്ട് ഇട്ടിരിക്കുന്നതാ. ഇത്രയും ശബ്ദത്തിന് എങ്ങനെ സംസാരിക്കാൻ കഴിയും? എന്റെ അപ്പൻ ഇറങ്ങി വന്ന് രക്ഷിച്ചതാ. ഹല്ലേലൂയ. ഈ അപ്പനെ കുറിച്ച് ഉയർത്തില്ലെങ്കിൽ പിന്നെ ആരെ കുറിച്ചാ ഉയർത്തണ്ടേ? ഈ അടുത്ത നിമിഷത്തിൽ ഏത് സമയത്ത് ഡെത്ത് സംഭവിക്കുമെന്ന് മെഡിക്കൽ സയൻസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറക്കെ തന്നെ സംസാരിക്കുന്നത്. എനിക്ക് ഉറക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് എന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഈ യേശു അന്ന് ഇറങ്ങി വന്ന യേശു ഇന്നു വരെ എന്റെ അടുക്കൽ നിന്ന് പോയിട്ടില്ല. ഹല്ലേലൂയ. അന്ന് ദൈവം എന്നോട് ഉറക്കെ പറഞ്ഞതാ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആളെന്നോട് മുഖത്ത് നോക്കി ചോദിച്ചു, നിനക്ക് യേശുവിനെ കുറിച്ച് എന്തറിയാം? നീ ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ടോ? ദൈവവചനം പഠിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അതെന്റെ ഉള്ളിൽ ഒരു തീപ്പന്തം പോലെ ഇങ്ങനെ കത്താൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ചർച്ച രണ്ടായിട്ട് പിളരുകയാണ്. ഒരു കൂട്ടർ നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നടത്തിയവര്, ഒരു കൂട്ടർ നമ്മളെ സ്നാനപ്പെടുത്തി ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിക്കുന്നവർ. നമുക്കും ഈ രണ്ടു കൂട്ടർക്കും നമുക്കും പരസ്പരം ഇഷ്ടം. പക്ഷെ നമ്മൾ ആരോടും കൂടെ ചെയ്തു വലിയൊരു പ്രോബ്ലം. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനും കുഞ്ഞും കൂടി സഹോദരിമാരുടെ കൂടെ പോയിരുന്ന ആരാധിക്കാം. പപ്പ ഈ ദേവദാസന്മാരുടെ കൂട്ടായ്മയിലേക്ക് പോകും. നീ എന്താ പറഞ്ഞു വെച്ചാൽ അതുപോലെ ചെയ്യാം, പുള്ളിക്കാരനും പറഞ്ഞു. എന്നാലും ഒരു മനപ്രയാസം. നാട്ടിലുള്ള ഞാൻ പറഞ്ഞല്ലോ, കപ്പ്യാര് മാത്തൻ പാസ്റ്റർ ബ്രദർ മാത്തൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ മകന് എന്ത് പറയണ ദേവദാസനാണ്, MP രാജൻ. അദ്ദേഹം എന്റെ ചേച്ചിയുടെ സഭയിൽ ദേവദാസന. ഞാൻ വിളിച്ചു, പാസ്റ്റർജി സഭ രണ്ടായി പിളർന്നു, ഇനി ഞാൻ എന്തോ ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങനെയൊക്കെ ഓർത്തിരിക്കണം? ഞാനും കുഞ്ഞും ഒരിടത്ത് പോവാം, പപ്പ വേറൊരിടത്ത് പോട്ടെ എന്ന് തീരുമാനിക്കണം. അപ്പൊ ഈ ദേവദാസൻ എന്നോട് പറയും, എന്റെ സിസ്റ്ററെ, സഭ നമ്മുടെ അല്ല. സഭ വളരുവോ പിളരുവോ ചെയ്യട്ടെ, അത് ദൈവം നോക്കിക്കോളും. നിങ്ങൾ കുടുംബം പിളരാൻ പാടില്ല. നിങ്ങൾ കുടുംബമായിട്ട് ഒരിടത്ത് പോയി ആരാധിക്കണം. അപ്പോൾ ശരി പാസ്റ്റർജി എന്ന് പറഞ്ഞു. എന്നാലും എവിടെ പോയി ആരാധിക്കും? ഒരിടത്തോട്ട് നമ്മൾ കുടുംബമായി പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കത്തില്ലേ? അങ്ങനെ ഇരുന്നപ്പോ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കിയപ്പോ ദൈവം പറയുവാണ്, നീ ഇവിടെ ഇരിക്കെ, നിനക്ക് വേണ്ടവരെ ഞാൻ കൂട്ടി വരുത്തും. അപ്പൊ നമുക്ക് വചനത്തെ കുറിച്ച് ഒരറിവുമില്ല, ഒന്നുമില്ല, ഒരു കഴിവുമില്ല, ക്രിസ്തീയ പാരമ്പര്യമില്ല, വചനത്തെ കുറിച്ച് ജ്ഞാനമില്ല, യാതൊന്നും അറിയില്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പപ്പ ദൈവം പറയാം, നിങ്ങൾ ഇവിടെ ഇരിക്കും, നിങ്ങൾ എന്റെ ആൾക്കാരെ കൂട്ടി വരുത്തും ദൈവം പറയുന്നുണ്ട്. ഏതെങ്കിലും നല്ല ദേവദാസന്മാരെ ദൈവം കൂട്ടി വരുത്തുമായിരിക്കും. അപ്പൊ എന്റെ ധാരണ പറഞ്ഞാൽ വലിയ അന്യഭാഷയൊക്കെ പറയുന്ന ദേവദാസന്മാരാണ് വലിയ ദേവദാസന്മാർ. അങ്ങനെ ദേവദാസന്മാരെ ദൈവം കൂട്ടി വരുത്തും. പല ദേവദാസന്മാരോട് നമ്മൾ സംസാരിച്ചു, പലരും നമ്മുടെ വീട്ടിൽ കടന്നു വന്നു. എന്നാൽ ഇശായിയുടെ ഓരോ മക്കളെയും ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം റിജക്ട് ചെയ്ത പോലെ ഇവരെല്ലാം റിജക്ട് ചെയ്തു ദൈവം. അവസാനം ദൈവം ഒരു വർത്താനം, നിങ്ങളിലൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നിന്നിലൂടെ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളിലൂടെ ചെയ്യാനുള്ളത് നിങ്ങളിലൂടെയേ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾക്ക് വേണ്ടവരെ കൂട്ടി വരുത്തും. എന്ത് പറയാനാ? അങ്ങനെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ച ദേവദാസന്മാർക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി അടിച്ച് നനച്ച് കുളിച്ച് വൃത്തിയായി നമ്മൾ മുഴങ്കാലം വന്ന് കുത്തിയിരിക്കും.
പണ്ടൊരു കാലത്ത് നമ്മൾ ദൈവങ്ങളാന്നും പറഞ്ഞ് ഈ കല്ലിന്റെ മുമ്പിൽ ആരാധിക്കാനായിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചൊഴുവാനോടെ പ്രാർത്ഥിക്കാൻ പോരുന്ന നമ്മള് സത്യദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് അവരോടുള്ള ആ ദൈവത്തോടുള്ള സ്നേഹത്തെ, ബഹുമാനത്തെ, ആദരവിനെ കുറിച്ചൊന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവരിൽ നിന്നും മറ്റിതര ജാതികളിൽ നിന്നും വന്ന ജനങ്ങളെ ദൈവം ഇത്ര ശക്തമായി ഉപയോഗിക്കുന്നെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണമേ എനിക്ക് പറയാനുള്ളൂ: പുകഴ്ചയ്ക്കല്ല. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ. നമുക്കറിയില്ലാത്ത സ്ഥാനത്ത് നമ്മൾ ദൈവമാണെന്ന് പറഞ്ഞ് പലരെ ആരാധിച്ചു. സത്യദൈവത്തെ കിട്ടിയപ്പോൾ നമ്മൾ മുന്തേ അങ്ങ് വീഴുവാ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടുമ്പോ ഒരു സഹോദരി കടന്നു വന്നു. ആ സഹോദരിയുടെ പേര് പുഷ്പ. ഈ സഹോദരി ഉത്തർപ്രദേശിൽ നിന്ന് വന്നാണ്. ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുണ്ട്. 2 ഒറ്റ കുട്ടികളാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം ദാരിദ്ര്യത്തിലും പരസ്പരം വഴക്കും കൂട്ടവും ആയിട്ടിരുന്ന് റൂമിൽ ഒന്ന് ഇരിക്കാൻ പോലും ഒരു ചട്ടായി പോലും ഇല്ലാത്തൊരവസ്ഥ. ഈ ഇരട്ട കുട്ടികൾക്ക് 2 പേർക്കും എന്താ ടൈഫോയിഡ്. ഭർത്താവ് കുപ്പിച്ചില്ലും കൊണ്ട് കൈയുടെ വെയിൻ കട്ടുകയും ഭാര്യ ബ്ലേഡും കൊണ്ട് കൈ കട്ടുകയും. അപ്പൊ അവരുടെ ഒരുമയെ കുറിച്ച് നമുക്ക് പറയണ്ടല്ലോ. പരസ്പരം വഴക്കും ബഹളം. ഈ കുഞ്ഞുങ്ങൾക്ക് ടൈഫോയിഡ് വന്നപ്പോൾ ഒരു സീരിയസ് കണ്ടീഷനിലായിപ്പോയി. ഡോക്ടർ പറഞ്ഞ് 8 ഇഞ്ചക്ഷൻ വീതം ചെയ്യണം. ഇരട്ട കുട്ടികളെ സംബന്ധിച്ച് ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കും അങ്ങനെ തന്നെ വരും. ഇവർ ഒരേ ഇഞ്ചക്ഷൻ ചെയ്തു, പിന്നെ ഒന്നും ചെയ്യാൻ ഇവര് പൈസ ഇല്ല. എന്റെ അടുത്ത് കടന്നു, ദീദി ഇസ്കോ ബച്ചാവോ, എങ്ങനെയാലും കുട്ടികളെ രക്ഷിക്കാൻ. ഞാൻ എങ്ങനെ രക്ഷിക്കാനാ? എന്റെ ഭർത്താവേ, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ദൈവം എന്നോട് നീ വെള്ളം എടുത്ത് അങ്ങ് പ്രാർത്ഥിച്ചു കൊടുക്കും. സ്തോത്രം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാൻ വല്ല അറിയോ? എന്റെ കർത്താവേ, 2 കുഞ്ഞുങ്ങൾക്കും ടൈഫോയിഡാ. അപ്പാ ഇത് മരുന്നാക്കി കൊടുത്ത് ഒരു സൗഖ്യമാക്കണേ. ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2ആയിട്ട് 50-50 പിള്ളേർക്ക് കൊടുത്തു. പിള്ളേരങ്ങ് സൗഖ്യപ്പെട്ടു. സ്തോത്രം. പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തില്ല, മരുന്ന് കൊടുത്തില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ ഉടനെ ഈ പുഷ്പ എന്നൊരു സഹോദരിയുടെ ഒരു അനിയത്തി, ഈ കുഞ്ഞിനാണെങ്കിൽ ബ്രെയിൻ ട്യൂമറാണ്. നിൽക്കുന്നതിപ്പോ തല ഇറങ്ങി വീഴും, തലവേദന. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെന്നപ്പോൾ അവർ തല ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇവർക്കാണെങ്കിൽ പിതാവില്ല. അമ്മ ഏതെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പോകുന്ന പൈസ ഉണ്ടായി കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്നോട് പറഞ്ഞു, ദീദി ഇസ്കയിലേക്ക് പ്രാർത്ഥനക്കാരോ, ഞാൻ എന്താ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ വല്ലോ അറിയോ? എന്റെ ദൈവം എന്താ ചെയ്യണ്ടേ? ദൈവം പറഞ്ഞു, അവിടെ തലയിലേക്ക് കൈ അങ്ങ് വെക്കേ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ തലയിലേക്ക് കൈ വെച്ചു. ഈ കുഞ്ഞിന് അതിനുശേഷം തലവേദന ഉണ്ടായിട്ടില്ല, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, കുടുംബമായിട്ട് അനുഗ്രഹത്തോടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ പുഷ്പ എന്ന് പറഞ്ഞ സഹോദരി വഴിയിലൂടെ കടന്നു പോകുമ്പോ വേറൊരു സഹോദരി ബീഹാറിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ബിന്ദ എന്ന് പറഞ്ഞൊരു സഹോദരി, നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ഒരു സഹോദരിയാണ്. ഇവളുടെ ഹസ്ബൻഡിന്റെ പേര് പിന്റു. ഒരു കുഞ്ഞുണ്ട്, മുസ്കാൻ. ഇവളുടെ കാല് ഒടിഞ്ഞിട്ട് 2 വർഷമായിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. പ്ലാസ്റ്റർ ഇട്ടിട്ട് ഈ കാല് ജോയിന്റ് ആവാതെ ഈ കുട്ടി ഭാരപ്പെടും. വീടിന്റെ റാമ്പിൽ നിങ്ങൾ റോഡിലേക്ക് കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുഷ്പ എന്ന് പറയുന്ന സഹോദരി അതുവഴി കടന്നു പോകുന്നത്. ഇവള് ചോദിച്ചു, ബിന്ദു ദേവി എന്താ അവിടെ എങ്ങനെ ഇരിക്കണം? അപ്പൊ പറഞ്ഞു, പരമേശ്വരനെ മേരാ പയർ തോടുതിയ, പരമേശ്വരന്റെ കാലോടിച്ചെന്ന്. ഹല്ലേലൂയ. അപ്പൊ അവള് പറഞ്ഞു, ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് റോഡ് ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹസ്ബൻഡ് ഭയങ്കര കള്ളുകൂടി. ആകെ കിട്ടുന്നത് 6000 രൂപ വാടക കൊടുക്കണം, വീട്ടിലെ ചെലവുകൾ നടത്തണം. ആ കൂട്ടത്തിൽ ഇവൻ കള്ളും കുടിക്കും, ഈ കൈനി എന്ന് പറഞ്ഞ സാധനം കഴിക്കും. അതുപോലെ ഇത് എല്ലാത്തിനുപരിയായിട്ട് അവിടെ ബസായി എംഗ്ലേവ് എന്നൊരു സ്ഥലത്ത് വേറൊരു സ്ത്രീയുമായിട്ട് തെറ്റായ ഒരു ബന്ധവും ആ ചെറുക്കനുണ്ട്. ഇവളുടെ ഹസ്ബൻഡിന് എന്നും കള്ളു കുടിച്ചിട്ട് വരും, ഇവിടെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കേന്ത്യക്കാർക്ക് അറിയാലോ, മൂക്കൂത്തി എന്ന് പറഞ്ഞ മസ്റ്റാ. ഈ മൂക്കൂത്തി ചേർത്ത് വെച്ചടിക്കും, മൂക്കി കട ചോര വരണം, അതാണ് അവന്റെ കണക്ക്. അതുവരെ ഈ സഹോദരി അടിക്കും. ഇവള് പറഞ്ഞു, എന്റെ ദൈവമേ, മരിക്കാൻ പോലും നിവൃത്തിയില്ല, എന്തെങ്കിലും ജോലിയാന്ന് വെച്ചാൽ കാലുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, എന്താ ചെയ്യണേ എന്റെ ബഹൻ എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ ദീദി, ഈ ഞാൻ എന്റെ ശാന്താ ദീദിയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഇവള് എന്ത് ചെയ്യുന്ന വെച്ചാൽ പിറ്റേ ഞായറാഴ്ച, ഞാൻ അറിയുന്നില്ല വാസ്തവത്തിൽ ഇങ്ങനെ ഒന്നും നടക്കുന്നത്, ഞാനിങ്ങനെ നമ്മൾ മുന്തോർന്ന് പ്രാർത്ഥിക്കുമല്ലോ, നമുക്കൊന്നും അറിയില്ല, നമ്മൾ പ്രാർത്ഥിക്കുക, ദേവദാസന്മാരൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയല്ലായിരിക്കണേ. അപ്പൊ ഈ സഹോദരിയെ അവിടെ ഹസ്ബൻഡ് സൈക്കിളിൽ വെച്ച് പുറകിലിരുത്തി കുഞ്ഞിന് മുമ്പിൽ എടുത്തിട്ട് കടന്നു വരുന്നു. അപ്പൊ ഞാൻ ഇരിക്കുന്ന റൂമിലേക്ക് ഇറങ്ങി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറണം, 2 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വളരെ ബുദ്ധിമുട്ട് കയറി ഇറങ്ങിയിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഇങ്ങനെ കാല് നീട്ടി ഇങ്ങനെ വന്നു, കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് സഹോദരി വന്നിരുന്നു എക്സ്റേ എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടുക. അപ്പൊ എന്നോട്, ദീദി എന്റെ എക്സ്റേ എന്ന് പറയണ്ട്, പക്ഷെ അങ്ങോട്ടില്ല. എന്നോട് ദൈവം പറയുക, നീ അവളുടെ മുട്ടിലേക്ക് കൈ അങ്ങ് വെക്കും. എനിക്കറിയില്ല ഇവിടെ ആരാന്നറിയില്ല, എന്താന്നറിയില്ല, ഇവിടെ പ്രശ്നം എന്താന്നറിയില്ല, കാല് നീട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് ആ മുട്ടിലേക്ക് കൈ വെക്കാൻ പറയും. ആ അസ്ഥി ഈ കൈ കൂടെ കയറി ജോയിന്റ് ടക്കുന്നൊരൊച്ച. ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് ദൈവം പറയാം, നാളെ എക്സ്റേ എടുത്തോളാം അവളോട് പറയാൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു,
ഞാനത് ചെയ്തു. ആ കുട്ടി എക്സ്റേ എടുത്തപ്പോ അസ്ഥി ജോയിന്റ് ആയി. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു വചനമുണ്ട്. എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം, ഇതുവരെ നിലനിർത്താൻ കാരണം ദൈവം തന്ന ഒരു ദൈവ ശബ്ദമാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യും. ഞാൻ ആദ്യം കേട്ട പ്രവചന ശബ്ദമാണ്. അതനുസരിച്ചാണ് എൻ്റെ ലൈഫ് മുഴുവൻ മുമ്പോട്ട് പോയത്. ഇതിൽ നിന്ന് ദൈവം എന്നെ 2 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാല് നീ അത് ചെയ്യും, പറഞ്ഞില്ലെങ്കിൽ ചെയ്യരുത്. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും, അത് മാത്രം ചെയ്യും, അതിനപ്പുറത്തൊന്നും ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, ദൈവം കൈവയ്ക്കാൻ പറഞ്ഞാൽ കൈവയ്ക്കും, ദൈവം എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പറയും. അന്ന് ഇറങ്ങി വന്ന ദൈവം, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം എന്നും കൂടെ ഇരുന്നു. ഹല്ലേലൂയ. കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം, യേശു ക്രിസ്തു. ഇങ്ങനെ ഈ സഹോദരിയുടെ കാലൊടിഞ്ഞു. കാലങ്ങ് ശരിയായി കഴിഞ്ഞപ്പോ ഈ ശമരിയക്കാരി സ്ത്രീ ഓടിയോളൂ പോലെ ഈ സ്ത്രീ ഒരൊറ്റ ഓട്ടമാണ് ദേശം മുഴുവനും യേശുവിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോ അവര് വീടിന്റെ അടുത്ത് തന്നെ ബംഗാളിലുള്ള ഒരു കുട്ടി, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കൊച്ചിന്റെ കൈ പല പീസായിട്ട് 3 പീസായിട്ട് ഒടിഞ്ഞു. കാരണം ഈ പവർ പ്രസ്സിനകത്ത് ലോഹം കട്ട് ചെയ്യുമ്പോൾ ഈ ചുണ്ണി പവർ പ്രസ്സിന്റെ ചക്രത്തിൽ ഉടക്കിപ്പോയി. അങ്ങനെ ഭയങ്കരമായിട്ട് ആക്സിഡന്റ് ഉണ്ടായി. ഈ കുട്ടി ESI ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എക്സ്റേ ഒക്കെ എടുത്ത് അവർ റോഡിട്ട ഭാഗത്തു നിന്നെല്ലാം ബ്ലഡും പഴുപ്പും ഇറങ്ങുന്നുണ്ട്, കൈ അനക്കാൻ വയ്യ. അപ്പൊ ഈ ബിന്ദു എന്ന് പറയുന്ന സഹോദരി അവരോട് പോയി പറഞ്ഞു. അവരെന്റെ ഓടി എന്റെ അടുത്ത് വന്നു, ദീദി എന്റെ കൈ ശരിയാക്കി താ. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അങ്ങനെ കൈ ശരിയാക്കാൻ പറ്റുമോ? മാത്രമല്ല ഇതിനകത്ത് റോഡിട്ടേക്കല്ലേ. അപ്പൊ നമ്മുടെ മാനുഷികമായ ബുദ്ധിയില് ഞാൻ പറയുന്നത് ഇരുമ്പ് വെച്ചേക്കല്ലേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്ന ഇരുമ്പും കമ്പിയും ഒന്നും വെച്ചല്ല, അസ്ഥി കൊണ്ടും മജ്ജ കൊണ്ടും മാംസം കൊണ്ടും ഒക്കെ അല്ലേ. അപ്പൊ ഈ ഇരുമ്പ് കഴിഞ്ഞാൽ അങ്ങനെ ദൈവം ചെയ്യുവാ? ഇങ്ങനെ ഒരു വർത്താനോ ഞാനങ്ങ് പറഞ്ഞു. അത് എന്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞതായിരുന്നു, എന്തായിരുന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാനിത് എടുത്തു മാറ്റിയിട്ട് വരും എന്ന് പറഞ്ഞു ഈ സഹോദരി ഒരു പോക്ക്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല ഇവൾ അത് എടുത്തു മാറ്റുന്നു. ഇവൾ അതേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്ത് ഈ റോഡ് എടുത്ത് കളഞ്ഞ് എന്റെ കൈ സ്റ്റിച്ചിട്ടതാ. ഡോക്ടേഴ്സ് അവരെ കൊന്നില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി, അവര് വഴക്കും കൂട്ടും ഇവിടെ ബഹളം കാരണം കൊണ്ട് അവരത് ഓപ്പറേറ്റ് ചെയ്തിട്ട് കെട്ടിവെച്ച് കൊടുത്തു കിട്ടും. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഒരു ഭയങ്കര വിശ്വാസമാണ് ആ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. അവൾ ആ റോഡെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കൈയുമായിട്ട് കടന്നു പോകും. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് എന്റെ കർത്താവ്. അപ്പൊ ഇവള് വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ എന്റെ മേലൊന്ന് വിറച്ചു. ദൈവമേ ഞാൻ എന്താ ചെയ്യണേ? അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊരു ശേഷിയില്ല, ഒരറിവില്ല. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ കൈവച്ചാൽ മതി. ആ കൈയും ദൈവം ജോയിന്റ് ആക്കി കൊടുത്തു. അതിനുശേഷം പലവിധമായ ശുശ്രൂഷകള് ഈ ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി നാട് നീളം നടന്ന് എല്ലാ ഞായറാഴ്ച ആൾക്കാരെ കൊണ്ടുപോകുന്ന അങ്ങ് നിറയ്ക്കും, ആ സഭ നിറയ്ക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഭ 2ആയി പിളർന്നു. നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധന തുടങ്ങി, ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന ജനങ്ങൾക്ക് എല്ലാം ദൈവസൗഖ്യം കൊടുക്കുന്നു. കണ്ണറിയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. സംസാരിക്കുക അമ്മയെന്ന് പോലും പറയാത്ത കുഞ്ഞുങ്ങളെ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അസ്ഥികൾ ജോയിന്റ് ആയിട്ടുണ്ട്. ഭൂതബാധ പിടിച്ച ജനങ്ങളെല്ലാം സൗഖ്യപ്പെട്ടു പോയിട്ടുണ്ട്. ആ കൂടെ മുസ്ലിമിന്റെ ജിന്നുകൾ വന്നിട്ടുള്ള അസുഖം പിടിച്ച ഒരുപാട് ആളുകൾ അവരൊക്കെ സൗഖ്യപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നാനാവിധമായ ശുശ്രൂഷകള് എല്ലാം ദൈവം ചെയ്യിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു, നീ വചനം പഠിച്ചിട്ട് ഇവരെ പറഞ്ഞു കൊടുക്കാം. ഹല്ലേലൂയ. പറഞ്ഞിട്ട് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെ വചനം പഠിക്കണേ? ആക്ച്വലി ഞങ്ങൾ ഇവിടെ KP യോഹന്നാൻ എന്നൊരു ദൈവദാസൻ മരിച്ചുപോയി, നമുക്കറിയാം. തിരുവല്ലായിലുള്ള ആ ദേവദാസനോട് ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. ഈ ബൈബിൾ കോളേജിൽ വെച്ച് ഞങ്ങളുടെ സഭയുടെ ഒരു റിട്രീറ്റ് നടത്തി. അപ്പൊ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ചർച്ചിലുള്ള എല്ലാവരും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ബൈബിൾ ഇങ്ങനെ ഒരു റാക്കിനകത്തിരിക്കുന്നു, ഒരു ഉന്തുവണ്ടിക്കകത്ത്. അപ്പൊ ഈ ഒരു ബൈബിൾ ആയിരിക്കുമ്പോ എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ. ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ബൈബിൾ വാങ്ങിച്ചു. ചെന്ന് നോക്കിയപ്പോ അതൊരു ഹിന്ദി ബൈബിളാ. ഇതിനെ കുറിച്ച് പയ്യ ഇതിന് എത്ര പൈസയാ? 90 രൂപ എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനോട് ഇതൊന്ന് വാങ്ങിച്ച, പുള്ളിക്കാരൻ വാങ്ങിച്ചു തരത്തില്ല. നീ എന്തേ പറഞ്ഞേ? മലയാളം ബൈബിൾ പോലും വായിക്കില്ലാത്ത നീ എന്തിനാ ഹിന്ദി ബൈബിൾ വാങ്ങിക്കുന്നേ? എന്തോ എന്നെ വിടുന്നില്ല, നീ ഇത് വാങ്ങിക്ക, നീ ഇത് വാങ്ങിക്ക, നീ ഇത് വാങ്ങിക്കുന്ന ആരോ എന്നോട് പറയുക. ഞാൻ പറഞ്ഞു, എനിക്കിത് വാങ്ങിച്ചു തന്നില്ലേ, ഞാൻ പോരത്തില്ല. അങ്ങനെ പുള്ളിക്കാരൻ നിവൃത്തിയില്ലാതെ എനിക്ക് ബൈബിൾ വാങ്ങിച്ചു തന്ന ആ ഒരു ബൈബിളാണ് ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ബൈബിള്. ദൈവകൃപയാല് ജാതികളുടെ ഇടയിലാണ് ദൈവം ശുശ്രൂഷ തന്നത്. മലയാളം ബൈബിള് പഠിക്കാത്ത എന്നെ ദൈവം ഹിന്ദി ബൈബിള് പഠിച്ച് പ്രസംഗിപ്പിക്കുവാൻ ദൈവം പ്രാപ്തിയാക്കി. ഹല്ലേലൂയ.
അങ്ങനെ ഈ ബൈബിള് പഠിച്ച് അവരെ വചനം പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ സ്നാനം എന്ന് പറയുന്നത് 12 പേരെയാണ് ഒരുമിച്ച് സ്നാനപ്പെടുത്തുന്നത്. നമുക്ക് സ്നാനക്കുളമില്ല, അന്ന് പറഞ്ഞുള്ള സഭയില്ല, ശരിയൊരു ഷെഡാണുള്ളത്. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ആൾക്കാരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ വണ്ടിയിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒരു ടാക്സി വിളിച്ച് ടാക്സിക്കുള്ള ആൾക്കാരെ കൊണ്ടുപോയി ഡൽഹിയില് ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പേരുള്ള ഒരു ദേവദാസന്റെ പിന്നെ സ്നാനക്കുളമുണ്ട്. അവിടെ പോയിട്ട് അവിടെ ഒരു പിന്നെ വേറൊരു ദൈവദാസന് അനിൽ ജോൺസൺ എന്ന് പേരുള്ള ഒരു ദൈവദാസനെ കൊണ്ടാണ് സ്നാനം ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന വണ്ടിക്കൂലി, സ്നാനക്കുളത്തിന്റെ ഉടമസ്ഥൻ ദേവദാസന് സ്വോത്രവാഴ്ച, സ്നാനം ചെയ്യുന്ന ദേവദാസന് സ്വോത്രവാഴ്ച, ഇതൊക്കെ എക്സ്പെൻസുകളെല്ലാം നമ്മൾ വഹിച്ച് ഇവരെ കൊണ്ട് സ്നാനപ്പെടുത്തും. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയി. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ സഭ നമുക്ക് പണിയാൻ ദൈവം കൃപ തന്നു. ഞങ്ങള് സഭ പണിതു. ആ കൂട്ടത്തിൽ തന്നെ ദൈവകൃപയാല് ഞാൻ പറഞ്ഞല്ലോ, ഒരാളെന്നോട് മുഖത്തുമൊക്കെ ചോദിച്ചിരുന്നു, നിനക്ക് യേശുവിനെ കുറിച്ച് എന്തറിയാൻ, ദൈവവചനം നീ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ വീണ്ടും തൊട്ടടുത്താണ് ഗ്രേസ് ബൈബിൾ കോളേജ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സെമിനാരിൽ നിന്ന് കേട്ടിട്ടുണ്ടോ, ബൈബിൾ കോളേജ് എന്ന് കേട്ടിട്ടില്ല. അപ്പോ നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിലും കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു ദേവദാസൻ കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഗ്രാജുവേഷൻ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ തൊപ്പി എനിക്കും വെക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി. ഞാൻ തമാശ രൂപത്തിലാണോ സീരിയസ് ആണെന്നറിയില്ല, ഞാനിങ്ങനെ പറഞ്ഞു, പാസ്റ്റർജി എനിക്ക് ഈ തൊപ്പി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ കളിയാക്കുക. വെച്ചോ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രായം 45 വയസ്സുണ്ട്, ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്നു. അപ്പൊ ദേവദാസൻ പറഞ്ഞു, വെച്ചോ സിസ്റ്റർ എന്ന് പറഞ്ഞു. കളിയാക്കിയതാന്ന് എനിക്ക് ശരിക്കും അറിയാം. എന്നാലും ഞങ്ങൾ വീട്ടിൽ വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിൾ കോളേജ് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. കാരണം ദൈവം തന്ന അഭിഷേകം മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യൻ തരുന്ന ഒരു അപ്രൂവൽ കൂടി നമുക്ക് ആവശ്യമാണ് എന്നൊന്ന് ദൈവം എന്നെ വെളിപ്പെടുത്തി. എന്തായിരുന്നാലും ഞാൻ പിന്നെ ദൈവസ്ഥാനത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ വഴി ഒരുക്കും. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രേസ് ബൈബിൾ കോളേജിൽ പോയിട്ടൊന്ന് സംസാരിക്കാം. അപ്പോ അവിടെ അന്ന് ബൈബിൾ കോളേജ് നോക്കി നടത്തുന്നത് ജോയ് ഈ രാജരത്നം എന്ന് പറഞ്ഞ ഒരു ദേവദാസനാണ്. ഈ ദേവദാസനെ പോയി കണ്ടു. അപ്പൊ ദേവദാസൻ എന്നോട് ചോദിച്ചു, സിസ്റ്ററിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഞാൻ പറഞ്ഞു, ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ സിസ്റ്റർ ഒരു കാര്യം ചെയ്തോ, ബീഡ് ചെയ്തോ, ഇവിടെ ഇല്ല, ഇമ്മാനുവൽ തിയോളജിക്കൽ സെമിനാരി എന്ന് പറഞ്ഞ ചന്ദനോളയില് 100% ഫോറിനേഴ്സ് നടത്തുന്നതാണ്, അമേരിക്കൻ്റെ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നല്ല പഠിത്തവും നല്ല ഡിസിപ്ലിനും എല്ലാമാണ്. അവിടെ അങ്ങ് ചേർന്നു. എനിക്ക് പരിചയമുള്ള ഒരു ദേവദാസനം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് കോൺടാക്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു. എബ്രഹാം എന്ന് പറയുമ്പോൾ എബ്രഹാം സാറിന്റെ നമ്പർ തന്നു. എബ്രഹാം സാറുമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ എബ്രഹാം സാർ ആ ബൈബിൾ കോളേജിലെ ഒരു സിസ്റ്റർ മേരി എന്ന് പറഞ്ഞ സഹോദരിയുടെ നമ്പർ തന്നു. അവരാണ് അവിടുത്തെ ഒഫീഷ്യൽ വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഈ സിസ്റ്ററിനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്, ഈ സഹോദരി നമ്മുടെ നാട്ടുകാരിയാണ്. ഈ സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ അടിയിൽ ഒരു ജിജി സ്റ്റോഴ്സ് ഉണ്ട്, അത് ഇവരുടെ അമ്മാച്ചന്റെ. അപ്പൊ എല്ലാം കൊണ്ട് വന്നപ്പോൾ ദൈവം ശരിക്കും വഴി ഒരുക്കി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആ ബൈബിൾ കോളേജ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു അച്ഛനാണ്. ഈ അച്ഛൻ അന്ന് അവിടെ നിന്ന് അങ്ങ് പോവുക, ട്രാൻസ്ഫർ ആവുക. എന്നോട് ചോദിച്ചു, സിസ്റ്ററിന് എന്ത് പഠിക്കാനാ? അവർക്ക് എനിക്ക് ഫോം തരണമല്ലോ. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് പറയാം, ബി ഡി എന്ന് പറഞ്ഞ എന്താന്ന് എനിക്കറിയില്ല, ഫുൾ ഫോം പോലും അറിയില്ല. അന്ന് ജോയ് സാറിന്റെ വായിന്ന് കേട്ട സിസ്റ്റർ ബി.ഡിക്ക് ചേർന്നോളാന്. അതെന്റെ ഉള്ളിലിരുന്നു. ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എന്താ പഠിക്കാനാ വെച്ചപ്പോ പെട്ടെന്ന് അങ്ങ് എട്ടിത്തീർന്നു, ബി.ഡി. അച്ഛൻ എനിക്ക് ഫോം തന്നു, ഞാൻ ഫില്ലപ്പ് ചെയ്തു. പിന്നെ അത് ആ സമയത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോ പിറവത്തുനിന്ന് ഒരു ദേവദാസനും അദ്ദേഹത്തിന്റെ കൂടെ വേറെ ദേവദാസനും കൂടി ഞങ്ങളുടെ കുടുംബത്ത് കടന്നു വന്നിട്ടുണ്ട്. ഈ ദേവദാസനെ ഈ ഫോം കൊണ്ടുകൊടുത്തു. ഇവര് രണ്ടുപേരും കൂടി ഫോം കൈ വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. അവർ തന്നെ അത് ഫില്ലപ്പ് ചെയ്തു. നമ്മളത് തിരിച്ചു കൊണ്ടുകൊടുത്തു. അവർ പറഞ്ഞു, ഇതൊരു 150 മാർക്കിന്റെ എക്സാം ഉണ്ട്, എൻട്രൻസ് ക്ലിയർ ആവാതെ ഇവിടെ അഡ്മിഷൻ തരത്തില്ല. നമുക്കാണെങ്കിൽ ഈ സൺഡേ സ്കൂളിലൊന്നും പഠിച്ചിട്ടുള്ള ശീലമില്ല, വചനത്തെ കുറിച്ചൊന്നും വലിയ അറിവൊക്കെ പരിചയമൊന്നും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇത് ക്ലിയർ ആക്കും? അങ്ങനെ പലരോട് ചോദിച്ചും ബൈബിള് വായിച്ചും ഒക്കെ ഞാൻ എൻട്രൻസ് ടെസ്റ്റിന് പോയി. എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞു. പേടിച്ചാ പോയത്, എന്നാലും എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം അന്ന് ഒരു കോൺഫറൻസ് ഹാളിലേക്ക് ഡയറക്ടറും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന വലിയ കോൺഫറൻസ് ഹാളിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഡയറക്ടർ കോശി സാർ ഒറ്റ ചോദ്യമാണ്, സിസ്റ്ററുടെ ഹസ്ബൻഡ് പാസ്റ്റർ ആണല്ലേ? ആ ഒരു ക്വസ്റ്റ്യനിൽ അറിയാം എൻ്റെ ആൻസർ ബുക്ക് എന്തായിരുന്നു, എൻ്റെ ഷീറ്റ് എന്തായിരുന്നുള്ളത് മനസ്സിലാക്കാം. വ്യക്തമായും ഭംഗിയായിട്ട് ഞാൻ ആ എൻട്രൻസ് ക്ലിയർ ചെയ്തായിരുന്നു, ശരിക്കും നല്ല മാർക്കോട് കൂടി തന്നെ. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ നല്ലൊരു വിശ്വാസിയായിട്ട് തന്നെ ഇരിക്കുന്ന സമയമാണ്. എന്തായിരുന്നാലും ഞാൻ അവിടെ ബൈബിൾ കോളേജ് പഠിക്കുവാന്, ബി.ഡി ചെയ്യാന് എല്ലാം ദൈവം ഭാഗ്യം തന്നു.
അങ്ങനെ ഞങ്ങളത് കംപ്ലീറ്റ് ആക്കി. ഇതോടുകൂടി ചർച്ച് പണിതു. അനേക ജനങ്ങൾ കടന്നു വന്നു. പലവിധമായ ശുശ്രൂഷകളെല്ലാം ദൈവം ചെയ്യിച്ചു. UP, ബീഹാർ, MP, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് അനേകർ കടന്നു വന്നു. അതുകൂടാതെ ഞങ്ങൾ പിന്നെ ഉത്തർപ്രദേശില്, UPയില് ബുലൻഷർ എന്ന സ്ഥലത്ത് ഹീരാപൂർ എന്ന ഗാവില് ഞങ്ങൾ ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ 150 പേരോളം അവിടെ സൗഖ്യപ്പെട്ടു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രം ആ കുടുംബം ഇന്നും അവിടെയുണ്ട്. അവിടെയുള്ള ഒരു IPC ചർച്ചിൽ അവർ പോയി വിശ്വാസത്തിൽ തുടരുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കുടുംബജീവിതം നടത്തുന്നു. 100-150 പേരൊക്കെ സൗഖ്യപ്പെട്ടാലും രക്ഷിക്കപ്പെടുന്ന ഒരാളാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഹൃദയവേദന തോന്നിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്ന് പറയട്ടെ, നമ്മുടെ സഭയിൽ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളും തന്നെ രക്ഷയിലേക്ക് കടന്നു വരികയും അനേക കുടുംബങ്ങളെ വേരോടെ പറിച്ചെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ രാജ്യത്തിലേക്ക് ആക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. കഴിവോ ഗുണോ പാരമ്പര്യമോ യാതൊന്നുമില്ല. ദൈവം എന്ത് പറയുന്നു, ദൈവം അപ്രകാരം പറയുന്നത് പോലെ തന്നെ ചെയ്തുകൊണ്ട് ഇതുവരെയും ദൈവം ഞങ്ങളെ നിലനിർത്തി. അപ്പോ വളരെ ഖേദകരമായിട്ടെന്ന് പറഞ്ഞാൽ ഹൃദയം നുറുങ്ങിപ്പോകുന്ന അനേക ശുശ്രൂഷകൾ ഇതിനുള്ളില് ദൈവം ചെയ്തെടുപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ അനേകരെ ശുശ്രൂഷയ്ക്കായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാനായിട്ട് ക്യൂ ആയിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. പണ്ട് ദേവസ്യ മുല്ലക്കര എന്ന പേരുള്ള ഒരു ദേവദാസൻ ഡൽഹിയില് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. അതേ അനുഭവത്തിലൂടെ ദൈവം പലരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ക്യൂ ആയി നിർത്തി. ഒരു ദിവസം ഒരു സഹോദരി കരഞ്ഞ് കണ്ണുനീരല്ല, അവരെ കണ്ണിൽ നിന്ന് രക്തമാ പൊടിയുന്നത്. രാജസ്ഥാനി കുടുംബത്തിൽപ്പെട്ടതാണ്. ഈ ലോഹാർ ഇരുമ്പിന്റെ പണികൾ ചെയ്യുന്നവരാ. ആലപ്പണി ചെയ്യുന്നവരും കരയിൽ എപ്പോഴും കരിയും പുകയായിട്ട് അവരിയ്ക്കുന്നവരാ. ഇവരുടെ ഏറ്റവുള്ള കുട്ടി 3 പെൺകുട്ടികളാണ്. അവർക്ക് ഈ ഹസ്ബൻഡ്, പെൺകുട്ടികൾ ഉണ്ടായ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ നരകവാ വടക്കേന്ത്യ സംബന്ധിച്ചുള്ള. ആൺകുട്ടികളില്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് പിന്നെ ജീവിക്കണ്ട. അതാണ് അവരുടെ അനുഭവം. ഇവരെ അവരുടെ ഹസ്ബൻഡിന് ഇഷ്ടം. നീ എവിടെയും പോയി ചാവുന്നാ പറയുന്നത്. ഈ 3 പെൺകുട്ടികളെ ഹസ്ബൻഡിന് കാണത്തില്ല, ആഹാരം കൊടുക്കത്തില്ല, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കത്തില്ല, ട്രീറ്റ്മെന്റ് ചെയ്യിക്കത്തില്ല. ഈ കുഞ്ഞ് മരണത്തോട് അടുത്തിരിക്കുന്ന അവസ്ഥയിലെ അമ്മയാണ് ഇളയ കുഞ്ഞിനെയായിട്ട് എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ നെറുകയിൽ ഒരു 25 പൈസയുടെ വട്ടത്തില് ഇങ്ങനെ പഴുത്തിങ്ങനെ ഇരിക്കുക. ശരീരം മുഴുവൻ വ്രണം, സൂചി കുത്താനിടയില്ല. കുട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ചൂട് അതുപോലെ എനിക്ക് 102-103 ഡിഗ്രി എങ്കിലും ആ കൊച്ചിന്റെ ടെമ്പറേച്ചർ. അടുത്തോട്ട് നിൽക്കാൻ പറ്റില്ല. അടുത്തേക്ക് അവർ എൻ്റെ അടുക്ക് വരും. ഞാൻ അങ്ങോട്ട് അടുത്ത് ചെല്ലും, എനിക്ക് അങ്ങോട്ട് വൊമിറ്റിങ് വരുവാണ്. നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്, ബലഹീനതയുള്ളവരാണ്. എന്നോട് ദൈവം പറയുവാ, നീ ആ കുഞ്ഞിന് വിലയ്ക്ക് കൈ അങ്ങ് വെക്കുന്നു പറഞ്ഞപ്പോ സ്മെല്ല് കൊണ്ട് അടുത്ത് നിൽക്കാൻ പറ്റാത്ത ഈ വ്രണത്തിൽ നിന്നുള്ള പഴുപ്പിന്റെ എല്ലാത്തിൻ്റെയും കൂടി മണം അടിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പാടില്ല. അന്നേരം ദൈവം പറയാം, നീ ആ കുട്ടിയുടെ ശരീരത്തെ കൈ അങ്ങ് വെക്കാൻ. ഞാൻ പെട്ടെന്ന് എന്റെ കൈ ഇങ്ങനെ നോക്കി. എന്താ നോക്കിയതറിയോ? ഭക്ഷണം കഴിക്കണ കൈയല്ലയോ. സത്യമായി എൻ്റെ ഉള്ളിൽ അന്നേരം തോന്നി വികാരത. ദൈവമേ, ആഹാരം കഴിക്കുന്ന കൈ വ്രണത്തിലേക്കോ? ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള സംഗതികളിലൊക്കെ കൊണ്ട് കൈ വെക്കണം. നമ്മൾ ഗ്ലൗസും അല്ല ഇടുന്നുണ്ടോ? എന്നോട് പറഞ്ഞു ഞാൻ കൈ വെക്കേ. എനിക്കങ്ങ് വൊമിറ്റിങ് വന്നിട്ട് ഒരു രക്ഷയില്ല. തൊണ്ട വരെ ബ്ലഡ് വന്ന് വൊമിറ്റിങ് വരിക, ഛർദ്ദിക്കാൻ ഒരു നിവൃത്തിയില്ല. മോശമല്ലയോ? അങ്ങനെ ഇരുന്നപ്പോഴത്തേ ഒരു ശക്തി, ഇവളെന്തായാലും കൈ വെക്കില്ലെന്ന് ദൈവത്തിന് ഉറപ്പായി. ഒരു ശക്തി വന്ന് എൻ്റെ ശരീരത്തിലേക്ക് അങ്ങ് വ്യാപരിക്കുക. ആ സമയത്ത് ഞാൻ കണ്ണടച്ച് കയ്യം കൊണ്ട് വെച്ചു. ദൈവമക്കളെ, കണ്ണ് തുറന്നു നോക്കിയപ്പോ ഈ തലയുടെ ഇവിടെ വെച്ച കയ്യിൽ അവിടെ മുതൽ കീപ്പോട്ട് ടോർച്ച് അടിക്കുന്ന പോലെ പ്രകാശം ഇങ്ങനെ വ്യാപരിക്കുക. ആ പ്രകാശം മോള് പോലെ താഴെ വരെ അടിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഈ വ്രണം ഉണങ്ങി ഒറ്റ മാറി വരുന്നു. ഹല്ലേലൂയ. ഒരു പറഞ്ഞു കഴിഞ്ഞാ എന്താ പറഞ്ഞ, ലൈവ് കാണുവാണിത്. ഇതിങ്ങനെ നടക്കുന്ന ഒരു ഭയങ്കരമായ ഒരു ഡെലിവറൻസ് ആണ്. ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ട് പുറത്തു വന്നു. എൻ്റെ ദൈവമേ, എൻ്റെ അവസ്ഥയ്ക്ക് വന്ന വ്യത്യാസം പെട്ടെന്ന് ഞാൻ ഓർത്തു, ദൈവം, നമ്മുടെ ദൈവം കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയാണ്. ഹല്ലേലൂയ. സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകുമായിരുന്നു. കർത്താവ് ഒന്ന് നോക്കിയാൽ മതിയാണ് സൗഖ്യമാകട്ടെ എന്ന്. പക്ഷെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. അപ്പോഴായിരിക്കും മദർ തെരേസയുടെ ഓർമ്മ, ദൈവമേ, ഈ അമ്മ, കുഷ്ഠരോഗികളുടെ അമ്മ, എത്രയോ വ്രണങ്ങളെല്ലാം സൗഖ്യമാക്കിയിരുന്നു. എന്തെല്ലാം വിമർശനങ്ങളിലും പരിഹാസങ്ങളിലൂടെ അവിടെ കടന്നു വന്നു. വാസ്തവമായ ഒരു പ്രത്യേകമായ ഒരു കൃപയാണ് കേട്ടോ. ദൈവശക്തിയും ദൈവത്തിന്റെ കൃപയും നമ്മുടെ മേൽ വന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ദൈവത്തിനെ പറ്റുള്ളൂ. തൊടണമെങ്കിൽ, വ്രണത്തിൽ തൊടണമെങ്കിൽ, നഗ്നമായ കരങ്ങൾ കൊണ്ട് തൊടണമെങ്കിൽ ഒരു പ്രത്യേക കൃപ വേണം. അങ്ങനെ ആ സൗഖ്യം ദൈവം കൊടുത്തു.
എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഭൂതബാധ പിടിച്ചിട്ട് വിഷ്വലായിട്ട് സാത്താനെ കാണാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. നാവൊക്കെ ഇങ്ങനെ നീട്ടി, കണ്ണൊക്കെ ഇത്രയും മുഴിപ്പിച്ച്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് വീടിന്റെ അടുത്ത റൂമിൽ ഉള്ള ബാത്റൂമിൽ പോകാൻ എനിക്ക് ഭയം. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് വേണം രാത്രി ഒന്ന് അടുത്ത ബാത്റൂമിൽ ഒന്ന് പോകണമെങ്കിൽ. ഞാൻ ഇവിടെ വന്നപ്പോ ഭൂതബാധ പിടിച്ചുള്ള സഹോദരിമാര് അവര് കടന്നു വരുമ്പോൾ ഒരു ദിവസം ഒരു സഹോദരി കടന്നു വന്നു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഇവര് ഗർഭിണികളെയും കുട്ടികളെല്ലാം നീ പുറകോട്ടങ്ങ് മാറ്റിക്കോളാൻ പറഞ്ഞു. ഇവരെല്ലാം പുറകോട്ട് മാറ്റിയെടുത്ത് ഞാൻ ഇവരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവരങ്ങോട്ട് അലറി വിളിച്ച് ഇവരുടെ ഉഗ്ര രൂപം എന്റെ മുഖം അടുത്തു കൊണ്ടുവന്നു. കണ്ണങ്ങോട്ട് മുമ്പിലേക്ക് അങ്ങ് തള്ളി. ഒരു മനുഷ്യൻ ഇത്രയും വലിയ കണ്ണുണ്ടോ? അത് കഴിയുമ്പോ ഒരു നമ്മുടെ ഈ വാല് മുറിക്കുന്ന ഒരു പട്ടി ഉണ്ടല്ലോ, കറുത്ത പട്ടി, അതിങ്ങനെ ഓടി വരുമ്പോ അതിന്റെ നാവ് നീണ്ടു കിടക്കും ഭയങ്കര നീളത്തില്. അതുപോലെ ഈ സഹോദരിയുടെ നാവ് അങ്ങ് നീണ്ടിട്ട് ഇവിടെ വന്നു കിടക്കും. ഒരു മനുഷ്യന് ഇത്രയും വലിയ നാവോ? അവരുടെ ഭീകര രൂപം എന്റെ മുമ്പിൽ കാണിച്ചു. അവിടെ ഹസ്ബൻഡിന്റെ ശരീരത്തിൽ ചോര എന്ന് പറഞ്ഞൊരു സംഭവം, ഉണങ്ങി അസ്ഥി കൂടാ. കുഞ്ഞുങ്ങൾ ഇവരെ അടിച്ച് ശരീരത്തിൽ നിന്ന് ചോര വരുത്തും. ശരിക്കും പറഞ്ഞു ഉഗ്ര പിശാചിന്, രക്തദാഹിയായ പിശാചായിരുന്നു. ഇവര് പറഞ്ഞു നിന്നെ ഞാൻ വിടത്തില്ല. അല്ലല്ലോ എന്നോട് പറയുവാ തുझे मैं छोड़ूंगी नहीं. ഞാൻ പറഞ്ഞു പിശാചി അടക്കി നിന്റെ വായി. അങ്ങ് ചെന്ന് ഇവിടെ യേശുവിന്റെ നാമത്തിൽ ഈ ദേശം വിട്ടുമാറിപ്പോ, നിന്നെ ഞാൻ ഇപ്പൊ ചവിട്ടി താത്തോന്ന് പറഞ്ഞു പാതാളത്തിൽ യേശുവിന്റെ നാമത്തിൽ. അവള് അലറി വീണ് കാല് വീണ് ഉരുണ്ട് സ്ഥലം വിട്ടു. സ്തോത്രം. അങ്ങനെ കണ്ട് ഭയം തോന്നിയില്ല. വീട്ടില് ഒരു സന്ധ്യ ആയിക്കഴിഞ്ഞ വെളിയിലിറങ്ങുമ്പോ ഭയമുള്ള ഞാന് ഈ ഉഗ്ര പിശാചിനെ കണ്ടിട്ട് ഭയന്നില്ല. ഹല്ലേലൂയ. അത്രയും ദൈവശക്തമായിട്ട് എന്നെ എന്റെ ഹസ്ബൻഡിന് ഉപയോഗിച്ചു. ഹസ്ബൻഡ് എന്റെ കൂടെ നിൽക്കുന്നു. സ്ത്രീകളല്ലേ, നമ്മൾ ശുശ്രൂഷിച്ചല്ലേ ഒക്കത്തുള്ളൂ. എന്തായിരുന്നല്ലോ അങ്ങനെ അനുഭവം ഉണ്ടായി. അതിനുശേഷം ഇങ്ങനെ പലവിധ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് 7 മണിയായ സമയത്ത് ഇതുകൂടി പറഞ്ഞിട്ട് ശുശ്രൂഷയുടെ ആ ഭാഗം ഞാൻ വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാന് പിന്നെ വൈകിട്ട് 7 മണിയായ സമയത്ത് മോൻ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്, ഹസ്ബൻഡ് വെളിയിലാണ്. വൈകിട്ട് സമയത്ത് ഞാൻ പണിയൊക്കെ കഴിച്ചിട്ട് ഗേറ്റ് കുത്തിയിടാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ 2 സഹോദരിമാർ ഓടി അലറി കടഞ്ഞു വരുമോ. ഇവർക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരി 6-7 മാസം ഗർഭിണിയാണ്. ഒരു കുട്ടി മരിച്ചു പോയിട്ട് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യപ്പെട്ടു പോയതാണ്. അവിടെ കൂടെയുള്ള അവരുടെ നാത്തൂനാണ്. ഇവർ 2 പേർക്കും, ഒരു കുട്ടിക്ക് 5 വയസ്സും ഒരു കുട്ടിക്ക് 4 വയസ്സും പ്രായമാണ്. ഈ കുട്ടികളെ വീട്ടില് രാവിലെ ഭക്ഷണം കൊടുത്ത് ഇരുത്തിയിട്ട് ഇവരെന്ന് ഈ ടവറുകളിൽ പണിക്കും. മെക്കാട് പണി ചെയ്യാൻ പോകുന്ന ബീഹാറികളാണ്. ഇവർ പണിക്ക് പോകും, ഉച്ചയ്ക്ക് വരും, ഭക്ഷണം കൊടുക്കും, വീണ്ടും ഇവർക്ക് തിരിച്ചു പോകും. ഇതാണ് ഇവരുടെ ഒരു റൂട്ടീൻ വർക്ക്. അന്ന് ഭക്ഷണം കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് പോയി ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി 2 കുട്ടികൾ വീട്ടിലില്ല. ഇവരാകെ ഭാരത്തിലും പ്രയാസത്തിലുമായി. ബീഹാറികളാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അന്വേഷിച്ച് പിടിച്ചു. എന്താ പറയാ, സേഫ്റ്റി ടാങ്ക് അടക്കം അവർ തുറന്നു നോക്കി. പലരും പറയുന്നുണ്ട് ഇവിടെ കുട്ടികളെ കട്ടുകൊണ്ട് പോകുന്നുണ്ട്, കണ്ണ് കുത്തിയെടുക്കും, കിഡ്നി എടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇവരുമാരങ്ങ് സഹിക്കാൻ വയ്യാതെ ലോകം മുഴുവൻ ഓടും. അറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചു. എങ്ങും കുട്ടികളെ കണ്ടെത്തിയില്ല. വൈകിട്ട് 7 മണിയായപ്പോൾ എന്റെ അടുക്കല വരുന്നത്. എല്ലായിടത്തും പോയി അവസാനമാണല്ലോ ദൈവസന്നിധിയിൽ ജനം കടന്നു വരത്തുള്ളൂ. ഇവർ എന്റെ അടുത്ത് വന്നു, ദീദി ഹമാരെ ബच्चे खो गया कहाँ है आप बताओ. എന്നോട് ചോദിക്കും എന്റെ കുഞ്ഞുങ്ങൾ കാണാതെ പോയി, നീ പറയും ഇവര് എവിടെയാന്ന്. ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് എന്താ പറയാൻ പറ്റണത്? ഞാനക വല്ലാത്ത അവസ്ഥ. എന്നാൽ ഇവരുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. ഞാൻ അവർക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ദേക്കോ സഹോദരിമാരെ, എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ ദൈവത്തിന് അറിയാം. ഉറങ്ങാതിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇസ്രായേൽക്ക് രക്ഷക സ്വത്താ നെയ്യ് ഊങ്താവിനെയേ. എന്റെ ദൈവത്തിന് ഉറങ്ങത്തില്ല, കണ്ണൊന്ന് ചിമ്മത്ത് പോലും ഇല്ലാത്ത ദൈവമോ. ആ ദൈവത്തിന് അറിയാം ഈ കുട്ടികൾ എവിടാന്ന്. എനിക്കറിയത്തില്ല. ഇവര് പെട്ടെന്ന് ഒരു ബാത്റൂമിൽ പോയി കൈയും ഒക്കെ കഴുകിയിട്ട് പെട്ടെന്ന് എന്റെ പുൽപ്പിറ്റിന്റെ മുമ്പിൽ പോയി നിൽക്കുക. ഇവരുടെ ധാരണ പുൽപ്പിറ്റിന്റെ മുമ്പിൽ ദൈവം ഉണ്ടെന്ന. കാരണം ഇവർ അവിടെ വെച്ചാണ് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പോയി നിന്ന് ഞാൻ പേടിച്ച സത്യത്തിൽ ഇവരുടെ പുറകെ പോണേ. ചെന്നിട്ട് പറഞ്ഞു, എന്റെ കർത്താവേ, സഹോദരിമാരുടെ കുഞ്ഞുങ്ങൾ കാണാതെ പോയി. ഞാൻ ഇവരോട് എന്താ പറയണേ? അപ്പൊ നിനക്കെല്ലാം അറിയുന്നു, എന്നോട് പറയും അവരെവിടെ ഇരിക്കണേ. എന്നോട് പറയാൻ, നീ അവരോട് പറയാൻ. ഇവിടുന്ന് റോഡിൽ നിന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ബാക്കിലുള്ള റോഡിലൂടെ ഇത്തിരി ചെല്ലുമ്പോൾ അവിടെ ഒരു ചുമന്ന ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് 2 കുട്ടികൾ സന്തോഷത്തോടെ ഇരിപ്പുണ്ട്. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവർ തിരിച്ചു വരുമ്പോ ആ കുട്ടികളെ അങ്ങോട്ട് ഇതുവഴി വരാൻ നീ പറയണം. ഹല്ലേലൂയ. ഈ ദൈവം പറഞ്ഞു അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞു, നീ റോഡിലേക്ക് ചെല്ല്, ഇവിടുന്ന് ബാക്കിലേക്ക് ചെല്ല്, അവിടുന്ന് കുട്ടികളെ കിട്ടും, നീ തിരിച്ച് ഇതുവഴി വരണോട്ടോ എന്ന് പറഞ്ഞു. ഇവർ അതുപോലെ ശരി തീറ്റി എന്നും പറഞ്ഞു ഇവര് പോയി.
ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അവിടെ ഒരു ചുമന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഹനുമാൻ മന്ദിരമാണ്. അതിന്റെ ബാക്കിൽ ഒരു ചായക്കടയുണ്ട്. ചായക്കടയിൽ ഈ കുട്ടികൾ രണ്ടും ഇരിക്കുന്നുണ്ട്. മട്ടി എന്ന് പറഞ്ഞ സാധനവും ചായയും കൊടുത്തുകൊണ്ട് ചായക്കടക്കാരൻ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മമാർ അവിടെ ചെല്ലുന്നത്. ഈ കുട്ടികളെ കണ്ട് അവർ തിരിച്ചു വരുവാണ്. തിരിച്ചു വന്ന് എന്നോട് കാര്യം പറഞ്ഞ എന്താ, ഇവരുടെ വീടിന്റെ മുമ്പിൽ പഴക്കൊലയും കയറ്റി ടെമ്പോ വാൻ ചെന്നു. ടെമ്പോ വാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ടെമ്പോയും പഴക്കൊലയും കൂടെ അവിടെ നിർത്തിയിട്ട് ഈ ഡ്രൈവർ എന്ത് ചെയ്തു, കടയിൽ കയറി തമ്പാക്ക് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ച് തമ്പാക്കും വീടും ഒക്കെ വാങ്ങിച്ചിട്ട് ഇയാൾ വണ്ടി കയറി. ഈ രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പഴക്കൊലയുടെ അകത്ത് കയറിയിരുന്നു, പഴവും പറിച്ചിരുന്നു, അകത്തിരുന്നു, വണ്ടി ഇട്ടു പോന്നു. അപ്പൊ ഗഡോളി കാവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന ബസായി കാവ് കഴിഞ്ഞിട്ട് ഒരു കടയിൽ പഴം കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഈ കുട്ടികൾ ഇതിനകത്തിരിക്കണത്. ഈ ടെമ്പോക്കാരൻ കാണുന്നത്. ഇവരെ ഇറക്കിയിട്ട് കടക്കാരന് കൊടുത്തിട്ട് പോയി, നിങ്ങൾ അവർക്ക് കൊടുക്കുക, ആരെങ്കിലും ഇപ്പൊ അന്വേഷിച്ച് വന്നാൽ കൊടുക്ക, എന്റെ ഇപ്പൊ സമയം നോൺ എൻട്രിയുടെ ടൈം, അത് കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി കയറ്റി വിടത്തില്ല, അതുകൊണ്ട് ഇവരെ ഏൽപ്പിച്ച് കടക്കാരനെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് വണ്ടിക്കാരൻ പൊങ്ങി പോയത്. അവിടുന്ന് 7 മണിയായിട്ട് 11 മണിയായപ്പോ അങ്ങോട്ട് കുട്ടികൾ ചെന്ന് വിശന്നിരിക്കാനായിട്ട് കടക്കാരന് ഒരു സഹതാപം തോന്നിയിട്ട് മട്ടിയും ചായയും കൊടുത്ത് കുടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മമാര് ചെല്ലുന്നേ. അങ്ങനെ അവരെ അങ്ങോട്ട് തിരിച്ചു ഇവിടെ വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ ആ കതക് കുറ്റിട്ട് അവിടെ ഒരു ഒറ്റ നിപ്പ് നിന്നു. എനിക്ക് എന്താ പറയണ്ടേ എനിക്ക് അറിയത്തില്ല. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, ഈ ഉലകത്തെ ഉളവാക്കിയ ദൈവം, നമ്മുടെ ദൈവം ഉളവാകട്ടെ എന്ന് ഒറ്റ ഉച്ചാരണത്താൽ ഉലകത്തെ ഉളവാക്കിയ ദൈവം, സർവചരാചങ്ങളുടെ സർവ സൃഷ്ടികളുടെ സൃഷ്ടികർത്താവായ ദൈവം, സ്വർഗാവിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ഹല്ലേലൂയ. ആ ദൈവ, സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഒരു യോഗ്യതയില്ല, കഴിവില്ല, പരിചയമില്ല, യാതൊരു പാരമ്പര്യമില്ല, ഗുണമില്ലാത്ത എൻ്റെ അടുത്ത മരുഭൂമിയുടെ അവസ്ഥയില ഒരു മനുഷ്യനും ഇല്ലാത്ത എൻ്റെ ദൈവം സ്ഥലത്ത് ഈ ദൈവം ഇറങ്ങി വന്ന് എന്നോട് പറയുക. അടുത്തിരുന്ന് ഈ പിന്നെ അവിടുന്ന് വിളിച്ചു പറയുകയല്ല ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്ന് വലിയ അശരീരിയല്ല ഞാൻ കേട്ടത്. എൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് എന്നോട് പറയണത്, ഹല്ലേലൂയ, ഇന്നടത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന്. ഹല്ലേലൂയ. എന്റെ കർത്താവേ, ഞാൻ ആരാ? ഹല്ലേലൂയ. എനിക്ക് എന്ത് യോഗ്യതയുള്ള അപ്പാന്ന് ചോദിച്ച് ഞാൻ അങ്ങ് വല്ലാതെ എന്റെ ദൈവം, ഇത് ബൈബിളിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഇങ്ങനെ ഒരു ശുശ്രൂഷ, കാണാതെ പോയതിനെ കണ്ടു കിട്ടുന്ന ഒരു ശുശ്രൂഷ ബൈബിളിൽ ആരോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ആരാ എവിടെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പുതിയ നിയമത്തിൽ എനിക്കറിയില്ല, പഴയ നിയമത്തിൽ ആരോ ചെയ്തുള്ള എനിക്കൊരു ഓർമ്മ ആരാന്നറിയില്ല. എന്റെ അപ്പ, ഈ ശുശ്രൂഷ നീ ആർക്കാ കൊടുത്തേ? അപ്പൊ എന്നോട് ദൈവം പറയാ, നീ ശമൂവേലിന്റെ പുസ്തകം എടുത്ത് വായിക്കാൻ. അങ്ങനെയാണ് ഞാൻ ശമൂവേലിന്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കീശിന്റെ മകനായ ശൗല് അപ്പന്റെ കഴുതി അന്വേഷിച്ച് അവിടെ ഒരു ദർശകനുണ്ടെന്നും പറഞ്ഞ് ശമൂവേൽ പ്രവാചകനെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ശമൂവേൽ എന്ന് പറഞ്ഞ ആൾക്കാണ് എന്നോട് ദൈവം പറഞ്ഞു, ഞാനിത് ശുശ്രൂഷ കൊടുത്ത് ശമൂവേലിനെ കൊടുത്തു. ഇവനിത് കൊടുക്കാനുള്ള കാരണം ഇവന്റെ അമ്മ ഹന്ന ആലയത്തിൽ വന്ന് കരഞ്ഞവളാ. ഹല്ലേലൂയ. നീ ആലയത്തിൽ വന്ന് കരഞ്ഞതാ, അതുകൊണ്ടാ നിനക്ക് ഈ ശുശ്രൂഷ കൊടുത്തേ. അപ്പൊ ഞാൻ ദൈവമേ, ഞാനെന്നാ ആലയത്തിൽ പോയി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിന്റെ കണ്ണുനീരിനെ ഞാൻ കുപ്പിയിലാക്കി സൂക്ഷിക്കും. ഹല്ലേലൂയ. നമ്മൾ മറന്നുപോയാലും മറന്നു പോകാത്തൊരു ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം എനിക്ക് ശുശ്രൂഷ തന്നു. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് അവർ കടന്നു. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേൽ ഒക്കെയും ശമൂവേൽ കർത്താവിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയുന്ന വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്ങും ഒരു ഫ്ലെക്സ് എഴുതി വെച്ചിട്ടില്ല, പ്രോഫറ്റ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ അന്വേഷിച്ച് ജനങ്ങൾ കടന്നു. ന്യായാധിപതിനായി, ഹല്ലേലൂയ, ഉപദേശകനായിട്ട്, വിശ്വസ്ത പ്രവാചകനായിട്ട് ഒക്കെ നിലനിന്ന ദേവദാസൻ. ഹല്ലേലൂയ. ആ ശുശ്രൂഷ സ്വർഗത്തിൽ തമ്പുരാൻ എനിക്ക് തരാന് എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? ഹല്ലേലൂയ. ഇത് പറഞ്ഞു കൊടുത്തു. ഈ കുട്ടികളെ കൊണ്ട് ഇവർ അങ്ങോട്ട് പോയപ്പോ ആരോടെല്ലാം ചോദിച്ചു പറഞ്ഞു കേട്ടോ. അവരോടെല്ലാം പറഞ്ഞു, ദീദിയാ പറഞ്ഞത്. ഇത് അങ്ങ് ഫേമസ് ആയി. നമ്മൾ ആരും, ദൈവം അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഇവിടെ ഇരിക്കുക, നിനക്ക് വേണ്ടവരെ ഞാൻ കൂട്ടിവരുത്തും. ഒരിക്കലും ഒരു വ്യക്തികളുടെ വീട്ടിൽ പോകുവാട്ടെ, സുവിശേഷം അറിയിക്കുവാട്ടെ, ക്യാൻവാസ് ചെയ്യുവാട്ടെ ഞാൻ ചെയ്തിട്ടില്ല. അവൻ അവിടെ ഉണ്ടെന്ന ശ്രുതി കേട്ട് ദൈവജനം കടന്നു വന്ന് ചത്തുപൊളിച്ച് താഴെ ഇറങ്ങി വന്ന് നമുക്കൊരു പക്ഷപാതക്കാരൻ ഇറക്കി വെച്ചതുപോലെ ജനങ്ങൾ അന്വേഷിച്ചു പിടിച്ച് മാത്രമേ സഭയിൽ കടന്നു വന്നിട്ടുള്ളൂ.
അതിനുശേഷം തൊട്ടടുത്ത ശുശ്രൂഷ ഒരു ദിവസം പിറ്റേ സൺഡേയില് ഞാൻ രാവിലെ ചർച്ചിലേക്ക് പോകാനായിട്ട് കുളിക്കുന്ന സമയത്ത് ഇപ്പൊ ബാത്റൂമിലാണ് ഞാൻ. ആ സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്ന് വന്നിട്ട് ഒരു സഹോദരനും അമ്മയും കുഞ്ഞും ഒരു ഫാദറും മദറും കൂടി കടന്നു വന്ന് എന്റെ കുട്ടിയെ കാണുന്നില്ല. പെൺകുട്ടിയെ ഒരു ആടോ തട്ടിക്കൊണ്ടുപോയി. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അപ്പൊ അത് എവിടാന്ന് പറഞ്ഞു തന്നെ. അങ്ങനെ എടുത്തപ്പോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഈ സമയത്ത് നാളെ നിനക്ക് ഒരു ഫോൺ വരും. ആ സമയത്ത് ആ കുഞ്ഞിനെ പിന്നെ ചെന്ന് അപ്പനും അമ്മയും തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് ചെറുക്കൻ ബസ്സിൽ കയറി പോയി അമൃത്സർ എന്ന സ്ഥലത്ത് പഞ്ചാബിൽ പോയി ഇറങ്ങി. ഈ കുഞ്ഞിന് മയക്കുമരുന്ന് കൊടുത്തിരുന്നു. കുഞ്ഞ് എഴുന്നേറ്റപ്പോൾ അവിടെ ആരുമില്ല. അങ്ങനെ കുഞ്ഞ് ഭയപ്പെട്ടിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒരു സഹോദരി അവിടെ കടന്നു വന്ന് റിക്ഷ പിടിച്ചവരെ ഗുരുദ്വാരയിൽ എത്തിച്ചതാണ്. ആ ഗുരുദ്വാരയിൽ നിന്ന് കറക്റ്റ് 7 മണിക്ക് പിറ്റേ ദിവസം അതേ സമയത്ത് വിളിച്ച് ഈ കുഞ്ഞിനെ അവർ പോയി തിരിച്ചു കൊണ്ടുവരുവാന് ദൈവം ഭാഗ്യം കൊടുത്തു. അങ്ങനെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കും. പലയിടത്തുനിന്ന് പല കുട്ടികൾ കാണാതെ പോയത്, ചിലത് മരിച്ചുപോയത്, അങ്ങനെയുള്ള പല ശുശ്രൂഷകളും ചെയ്തെടുത്തു. ഇതിനപ്പുറത്ത് ഹാലേലൂയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കിടന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യത്തെ കുറിച്ചാണ്. ഹാലേലൂയ. എനിക്ക് 2015 യൂട്രസിന് പ്രോബ്ലം ഉണ്ടായി, വയറുവേദന വന്നു. അപ്പൊ 2014 ഹാർവസ്റ്റ് മിഷൻ സ്കൂള് എന്ന പേരിൽ സ്കൂൾ ഞങ്ങൾ ഇവിടെ തുടങ്ങി. നഴ്സറി ടു 5th സ്കൂളായിരുന്നു. അപ്പോൾ ആ സ്കൂളിനോട് ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വയറുവേദന ഉണ്ടാവുന്നു. യൂട്രസിൽ ഫൈബ്രോയിഡ് വന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം 2018-19 കാലഘട്ടങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നു. ബ്രസ്റ്റിന്റെ സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി എല്ലാം ചെയ്തു. ആ റേഡിയേഷന്റെ സൈഡ് ഇഫക്ട് കൊണ്ട് എൻ്റെ ലങ്സ് മുഴുവൻ കേടായി പോയി. തൊണ്ടയിൽ നിന്ന് ബ്ലഡ് സ്പൂട്ടും എല്ലാം പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഭാരത്തിലും പ്രയാസത്തിലുമായിരുന്നു. 2013 പിന്നെ എന്തായാലും കോവിഡിനോട് ബന്ധപ്പെട്ട് സ്കൂളെല്ലാം അടയ്ക്കുവാൻ ദൈവം കൃപ തന്നു. സ്കൂള് വിട്ടു. പിന്നെ 2023 എനിക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് 72 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ വെയിറ്റ് ലോസായി 54 കിലോയിലേക്ക് വന്നു. ശരീരം അങ്ങോട്ട് വല്ലാതെ ക്ഷീണിച്ചു. അതുപോലെ തന്നെ തൊണ്ടയിൽ നിന്ന് ബ്ലഡും സ്പൂട്ടും വരാൻ തുടങ്ങി. അബ്ഡോമിന് പെയിനായി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറുണ്ട്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ. ഈ ഗോപാലകൃഷ്ണന്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടറിന്റെ പൾസ് ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ആർട്ടിമിസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ഡോക്ടർ പവൻ റാവൽ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, ലിവറിന്റെ ഡോക്ടറാണ്. അത് വേൾഡിലെ തന്നെ 2ാമത്തെ റിസർച്ച് സെന്റർ ആണിത്. ആ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, ബോൺ മാരോ ടെസ്റ്റ്, HRCT, CT എന്ന് വേണ്ട അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്തെല്ലാം ചെയ്യാവുന്നു ഇതെല്ലാം ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചു എൻ്റെ ഫുഡ് പൈപ്പ് പൊട്ടി ലീക്കായിട്ട് തൊണ്ടയിൽ നിന്ന് വായിലൂടെയും ബ്ലഡ് വന്നു, അകത്തൂടെ മലത്തിലൂടെയും ബ്ലഡ് പോയിട്ടാണ് ഈ മലം ബ്ലാക്ക് കളറായിട്ട് പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ ലിവർ സിറോസിസ് എന്ന രോഗമാണെന്ന് അവർ കണ്ടുപിടിച്ചു. ലിവർ ഈ മീനൊക്കെ വറുത്തിട്ട് കരിഞ്ഞിരിക്കുന്നത് പോലെ അവസ്ഥയിലാണ്. അതിലൂടെ ഒരു എയർ പോലും പാസ്സാവാനുള്ള ഇതില്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഫുഡ് പൈപ്പ് പെട്ടെന്നത് ബെൻഡ് ചെയ്തില്ലെങ്കിൽ ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായി ആള് മരിച്ചു പോവും. എനിക്ക് ഭയങ്കരമായ പനി, കൂടെ തന്നെ UTI വന്നു. എൻ്റെ ഇൻറ്റെസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റെസ്റ്റീൻ, ലാർജ് ഇൻറ്റെസ്റ്റീൻ, ഇതിനകത്തെല്ലാം ഇങ്ങനെ കുരുക്കൾ പോലെ വന്നു, അൾസർ പോലെ വന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നു. റൈറ്റ് കിഡ്നിയിൽ ഇങ്ങനെ കല്ല് വെച്ച് നമ്മൾ പതിപ്പിച്ചു കഴിഞ്ഞാൽ ആ കല്ലെടുത്ത് കഴിയുമ്പോൾ എപ്രകാരം കുഴികൾ ഉണ്ടാവുന്നു അപ്രകാരം കുഴികളാണ്. ഇൻഫെക്ഷൻ വന്നിട്ട് അത് മാറുന്നില്ല, പനി വിട്ടു മാറുന്നില്ല. 7 ദിവസം ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീണ്ടും 3 ദിവസത്തോടെ പോയി കിടന്നു. എന്നിട്ട് സൗഖ്യമാകുന്നില്ല. അവർ മെഡിസിൻ കണ്ടുപിടിക്കുന്നുണ്ട്, ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, എൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് റിജക്റ്റ് ആക്കി തന്നെ. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾ പല ഹോസ്പിറ്റലുകളായിട്ട് 9 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് എൻ്റെ പനി വിട്ടുമാറി. ഏത് ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ സൗഖ്യമാകാതെ പുറത്തു വരുമ്പോൾ അവർക്കും ഒരു സങ്കടം. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവ് ഇനി എന്തായാലും വീട്ടിലേക്ക് പോകും. അപ്പോൾ പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിന്റെ പനി മാറും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതുവരെ ട്രീറ്റ്മെന്റ് ചെയ്ത അസുഖം മാറാത്ത വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പനി മാറി. പക്ഷെ എൻ്റെ ഈ UTI യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെ നിൽക്കാതിരുന്നു. കാരണം റൈറ്റ് കിഡ്നി ഡാമേജ് ആവുകയാണ്. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എൻ്റെ കൈ പോലും വെക്കാൻ വയ്യ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ട്രീറ്റ്മെന്റ് മാറ്റി, ട്രിപ്പൊക്കെ വീട്ടിലിടാൻ തുടങ്ങി. നേഴ്സിനെ അന്വേഷിച്ച് കിട്ടിയില്ല. ദൈവകൃപയാൽ ദൈവം ഒരു MBBS കഴിഞ്ഞ ഒരു ഡോക്ടറെ എൻ്റെ അടുക്കലേക്ക് അയക്കാനിടയായി. ഇദ്ദേഹം 3 പ്രാവശ്യം വീട്ടിൽ വരും. പിന്നെ രാവിലെ ട്രിപ്പിടും, ഉച്ചയ്ക്ക് ട്രിപ്പിടും, വൈകിട്ട് ട്രിപ്പിടും.
അങ്ങനെ വന്ന് ട്രിപ്പ് ഇട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു കുറവുമില്ല. ബോഡി റിയാക്ട് ചെയ്യാതെ ആരെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. ശരിക്കും റിജക്റ്റഡായി ഏത് സമയത്തും മരണം സംഭവിക്കാം. നെഫ്രോഡ് ഡോക്ടർ പറഞ്ഞു, നിനക്ക് ഇനി സിറ്റി എടുക്കാൻ പറ്റത്തില്ല. സിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കിഡ്നി കംപ്ലീറ്റ് പോകും. കാരണം നീ വെയിനിലൂടെ മരുന്ന് കയറ്റിയിട്ടുള്ള ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ ഹസ്ബൻഡ് പുള്ളി ഒന്ന് തിരുമ്മി തരാൻ നോക്കും. പക്ഷേ ഈ ഇത്രയും ഭാഗം തൊടാൻ നിവൃത്തിയില്ല. പുള്ളിക്കാരന് 12 മണിയായപ്പോഴത്തേക്ക് കിടന്നുറങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കിടന്നുറങ്ങി കഴിയുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവ് പോവുക. സ്തോത്രം. ആത്മാവ് ഇങ്ങനെ പോകാതെ പോകുമ്പോൾ നമുക്കറിയാം, ആരെങ്കിലും മരിച്ചത് ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആത്മാവ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ ദൈവം വന്നിട്ട് തലേനോടെ കത്തോടെ കൈയിട്ടിട്ട് എന്നെ ചേർത്ത് ഇങ്ങനെ അങ്ങ് എഴുന്നേപ്പിച്ച് അങ്ങിരുത്തി. ഹല്ലേലൂയ. എന്റെ ബെഡിനോട് ചേർന്നിരുന്നിട്ട് കഴുത്തിരുത്തി എന്നെ മാറോട് അണിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിന്റെ മരണം കാണാൻ 3 പേര് കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. എനിക്ക് അറിയാവുന്ന കാര്യമായത് 3 പേരെ എന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്നോട് പറയുക. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പാ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പ എന്നോട് മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് സഡേഷൻ തന്ന പോലെ ഞാൻ അങ്ങ് മയങ്ങി കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഉള്ളിൽ ഒരു പരിവേഷവും ബുദ്ധിമുട്ടോ പ്രയാസവും പറയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്റൂമിൽ ചെന്ന് ഇരിക്കേ എന്നൊരു ശബ്ദമാണ്. വലിയൊരു പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ കട്ടൻ ചായ ഉള്ളിൽ നിന്ന് പോകുന്ന പോലെ അങ്ങ് പോവുക. ഓപ്പറേഷൻ ചെയ്യാതെ, കത്തി വെക്കാതെ ദൈവം എന്നെ ഓപ്പറേഷൻ ചെയ്ത് എന്റെ വയറ്റിലുണ്ടായിരുന്ന ആ പോയിസനോ കൂടോത്രോ മന്ത്രവാദോ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി. എന്തായിരുന്നാലും ഹല്ലേലൂയ, ദൈവം എന്നെ സൗഖ്യമാക്കി പുറത്തെടുത്തു. ഹല്ലേലൂയ. കൂടുതൽ എൻ്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വന്നിരുന്നു. അങ്ങനെ പലവിധ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായി. ദൈവം എന്നെ സൗഖ്യമാക്കി എൻ്റെ കിഡ്നി ഒക്കെ ആക്കി തന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് മാറ്റി. അവിടെ ചെന്ന് ഫുഡ് പൈപ്പ് ബെൻഡ് ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം ബെൻഡ് ചെയ്യണമെങ്കിൽ 4 പ്രാവശ്യം എൻഡോസ്കോപ്പി എടുത്തിട്ടാ ബെൻഡ് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടി ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു വെയിനോട് പൊട്ടിയിരിപ്പുണ്ട്, അതുകൂടി ബെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും നമ്മൾ ചെക്കപ്പിന് എന്ന് നോക്കുമ്പോൾ ഈ ബെൻഡ് ചെയ്ത സാധനത്തിന് നമ്മൾ സമയത്ത് അത് ചെക്കപ്പ് ചെയ്യാത്തതുകൊണ്ടോ എന്തോ എന്നറിയില്ല, എൻ്റെ ആമാശയത്തിന്റെ മുകളിലുള്ള ഒരു വെയിന് പൊട്ടാറായിരിക്കുന്നു. അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദി ബെഡിൽ ഡെത്ത് നടക്കും. അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ ഇതിന് അത് സ്റ്റണ്ട് ചെയ്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റണ്ട് ചെയ്ത് ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. എന്തോ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കണം. അതിന് കണ്ട് 75,000 രൂപയാണ്. നമ്മളത് ഈ കീമോതെറാപ്പി ഒക്കെ കൊടുക്കുന്ന മെഡിക്കൽ ഏജൻസിമാരുണ്ട്, അവരുടെ ഹോസ്പിറ്റലിന്റെ ത്രൂ തന്നെ ഇത് വാങ്ങിക്കുന്നു. അത് അതിന്റെ ഇത്രയും നീളമുള്ള ഒരു സാധനമായി നമുക്ക് പറയാൻ പറ്റാതെ കോടാലി പോലെയോ ഒക്കെ ഇരിക്കും. ഈ സാധനത്തിന്റെ ത്രൂ ആണ് ഈ സാധനം അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് ഗ്ലൂ ഉണ്ട്, ഏതാണ്ട് കോയിലോ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് അടുത്ത പ്രോസസ്സാണെന്നാ പറയുന്നത്. ഇവരെനിക്ക് ഡീപ് സഡേഷൻ തന്നു. ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങ് വലിച്ചെടുക്കുമ്പോൾ എൻ്റെ ഫുഡ് പൈപ്പ് പൊട്ടിപ്പോയി. കെട്ടിവെച്ചിരുന്ന വെയിൻ അങ്ങ് പൊട്ടി. ആ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിങ് അങ്ങ് തുടങ്ങി. ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മരണം നിശ്ചിതമായി. ഹല്ലേലൂയ. ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ. ഹസ്ബൻഡിനും കുഞ്ഞും ഭാരപ്പെട്ടു. നാട്ടിലെ ചേച്ചിയുടെ സഭയിലെല്ലാം വിളിച്ചു പറഞ്ഞു. അവരെല്ലാം ഇരുന്ന് രാവും പകലും എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ആദ്യം മുതലേ പ്രാർത്ഥനയായിരുന്നു. ഇവിടെ ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. എന്തുവാട്ടെ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ശരീരത്തിൽ നിന്ന് എവിടെ നിന്നെല്ലാം ബ്ലഡ് പോകാൻ പറ്റുന്നു ആ ഭാഗത്തു നിന്നെല്ലാം ബ്ലഡ് പോകാൻ തുടങ്ങി. ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഷാലിമാർ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ലിവറിന്റെ ഡോക്ടറാണ്. വേൾഡിലെ തന്നെ 2ാമത്തെ പൊസിഷനാണ് അദ്ദേഹത്തിന് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഡോക്ടറെ ചെറുതും വലുതും അനേക ഡോക്ടേഴ്സ് വന്നു. ഒരു രീതിയിൽ രക്ഷപ്പെടുത്താൻ പറ്റാവുന്നപ്പോൾ ഞാൻ ഈ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് എനിക്ക് ബോധം വന്നിട്ടപ്പോൾ ഞാൻ അപ്പാന്നൊരു വിളിക്കുകയും മരിച്ചു എന്ന് എനിക്ക് നിശ്ചയമാവുകയാണ്. അപ്പോഴാണ് അപ്പാന്ന് അവസാനത്തെ വിളിയാ. അപ്പോഴെന്റെ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ പ്രകാശം എന്റെ മുഖത്തേക്ക് അങ്ങ് വ്യാപരിച്ചു. ആ പ്രകാശ റൂമിലെല്ലാം വ്യാപരിച്ചു. ഡോക്ടേഴ്സ് എല്ലാം തിളങ്ങുന്ന ഡോക്ടേഴ്സായി മാറി. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി എന്റെ അപ്പം വന്ന് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ മരണത്തെ ദൈവം തോപ്പിച്ച് ഒരിക്കൽ കൂടി എന്നെ വെളിയിൽ കൊണ്ടുവന്നിട്ട് എന്നെ ഇട്ടത് എവിടെ നിൽക്കുമോ? ഡെഡ് ബോഡി മരിക്കാൻ കിടക്കുന്ന മരിച്ച ആൾക്കാരുടെ കൂടെ മരിക്കാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ മരിക്കുന്ന അതേ ലെവലുള്ള ആൾക്കാരുടെ റൂമിൽ കൊണ്ട് എന്നെ ഇടുന്നത്. എൻ്റെ ശരീരം മുഴുവൻ വയറും ഒക്കെ മുഴുവനും. കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുക്ക് കിടക്കുന്ന ഒരു വ്യക്തി ശരിക്കും മരിച്ചു കിടക്കും. ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട്.
അങ്ങനെ വാവ് തുറന്നു കിടക്കുന്നു. അപ്പൊ എന്റെയും പുള്ളിക്കാരന്റെ ബെഡിന് ഇടയ്ക്കുന്നുള്ള ഒരു നേഴ്സിന് നിൽക്കാനുള്ള വഴിയുള്ളൂ. ഇടയ്ക്ക് ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ മോനാണ് അടുത്തിരിക്കുന്നത്. മോന് കഴിയുന്നത് ഞാൻ ഇദ്ദേഹത്തെ കാണാതിരിക്കാൻ വേണ്ടി ഇവന് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കണ്ണിരിക്കുന്നു, കണ്ണ് ചിമ്മുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മനുഷ്യൻ മരിച്ചല്ലോ. ഇങ്ങനെ കിടന്നു അതിന്റെ അടുത്ത് എന്നെ ഇട്ടിരുന്നേ. അന്ന് വൈകിട്ടത്തേക്ക് അദ്ദേഹത്തിന് മുഖത്ത് തുണി ഇട്ടുകൊണ്ട് എന്ത് ചെയ്തു, പുറത്തേക്ക് മാറ്റി. മരിച്ച അവസ്ഥയില് അതുപോലെ കിടക്കുന്ന ജനങ്ങളുടെ കൂടെ എന്നെ കൊണ്ടുപോയിട്ടു. 7 ദിവസം അവിടെ കിടന്നു. നോൺ സ്റ്റോപ്പ് മെഡിസിൻ കയറ്റി. ആ കൂടെ അവർ നമുക്ക് 3 ദിവസം കഴിഞ്ഞപ്പോ ഒരു മെഡിസിൻ തന്നു, വയറിളക്കുമ്പോ എന്താ ബ്ലാക്ക് കളർ പോകുന്നു. കാരണം എന്താ, വയറ്റിലൂടെ പോയ ആമാശയത്തിൽ കെട്ടിക്കിടക്കുന്ന ആ മുഴുവൻ ബ്ലഡും, അത് ബ്ലഡ് ചുമപ്പം തരാണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ കറുപ്പായി മാറും. അത് മുഴുവൻ കറുപ്പ് ലൂസ് മോഷൻ. ഹല്ലേലൂയ. അങ്ങനെ അതെല്ലാം പോയി തീർന്ന് 7-ാം ദിവസം വീട്ടിൽ തിരിച്ചെത്തി. 2ാമത് ദൈവം തിരിച്ചു വന്നു ജീവൻ. ഹല്ലേലൂയ. ഒരിക്കലും ഇങ്ങനെ 2ാമതൊന്ന് ദൈവസന്നിധി വരാമെന്നോ, എന്റെ സാക്ഷ്യം ജനങ്ങളോട് പറയാമെന്നോ, സംസാരിക്കാൻ കഴിയുമെന്നോ ഒന്നും വിചാരിച്ച ആളല്ല. ദൈവം 2ാമത് എന്റെ മരണക്കിടക്ക മാറ്റിവെച്ചു. ഹല്ലേലൂയ. അങ്ങനെ പല പ്രാവശ്യം ദൈവം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇന്ന് വീണ്ടും എന്നെ ദൈവം ഹല്ലേലൂയ ഈ അരോമ ടിവിയുടെ മുമ്പില് ഇങ്ങനെ ഒരു സാക്ഷിയാക്കി നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ എനിക്കിങ്ങനെ അവസരം തന്ന ദൈവദാസന് കോടാനുകോടി നന്ദി. ദേവദാസന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവപ്രവൃത്തികളെല്ലാം എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ദൈവം മാനിക്ക് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ. എല്ലാത്തിനുപരിയായി ദൈവത്തിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അതിനപ്പുറത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നുമില്ല, പറയുവാൻ യാതൊരു യോഗ്യതയില്ല. ഈ പറയുന്നതായ ഫുഡ് പൈപ്പ് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ബെൻഡ് ചെയ്തു. ഈ കഴിഞ്ഞ മാസത്തിലും ടെസ്റ്റ് ചെയ്തു. അപ്പൊ അതിനകത്തുനിന്ന് ബ്ലഡ് ഒക്കെ വലിച്ചെടുത്തു. വീണ്ടും അതിനകത്ത് ഗ്ലൂ എന്തൊക്കെയോ ഇട്ടിട്ട് ഇതിനകത്ത് ഒട്ടിച്ച് പൊട്ടുന്ന ഭാഗത്ത് വേണ്ടി ഗ്ലൂ ചെയ്തിട്ട് ചെയ്യും. ഇനിയിപ്പോ 21-ാം തീയതി വീണ്ടും എനിക്ക് പോകണം. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. 6 മാസം നമുക്ക് ട്രീറ്റ്മെന്റിന് പോകണം, ചെക്കപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ക്യാൻസർ എന്ന രോഗം എന്റെ ശരീരത്തിലില്ല. എനിക്ക് എന്റെ ശരിക്കും പറഞ്ഞ എന്റെ ലിവറും ലങ്സും ഡാമേജ് ആവും. കാരണം ഓവർ മെഡിക്കേഷൻ സംഭവിച്ചാണ്. 17 കീമോതെറാപ്പി 25 റേഡിയേഷനും എന്റെ ശരീരത്തിൽ നടന്നു. ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ വാസ്തവത്തിൽ എന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്നില്ല. കീമോതെറാപ്പിയിൽ തന്നെ അസുഖം മാറിയിരുന്നു. എങ്കിൽ വീണ്ടും വരാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ മെഡിസിൻ എല്ലാം കയറ്റിയത്. അതിൻ്റെതായ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എന്നാലും ദൈവം എന്നെ മരിക്കാൻ അനുവദിച്ചില്ല. ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. വടക്കേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറവോന്റെ നടുക്കാണ് നമ്മുടെ നിൽപ്പ്. ഞാൻ നിരന്തരമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്തുള്ള മറ്റ് സഭകളിലൂടെയൊക്കെ വിശ്വാസികളെ പറഞ്ഞു വിടേണ്ടതായി വന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ അതിനെ ആ പഴയ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനെല്ലാത്തിലും ഉപരിയായി എനിക്ക് ശ്വാസം തന്ന് എന്നെ ഇവിടെ ഇരുത്തിയ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് അവസരം തന്ന ദേവദാസന് പ്രത്യേകമായി നന്ദി. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ശാന്ത സുരേഷ്. ജീവിക്കുന്ന സാക്ഷ്യം, അത്ഭുത സാക്ഷ്യം. ദൈവം ഒരു വ്യക്തിയെ പണിതെടുക്കുന്ന, ഒരുക്കിയെടുക്കുന്ന, ദൈവത്തിന് ഇണങ്ങുന്ന ഒരു പാത്രമായി രൂപപ്പെടുത്തുന്ന ആ പ്രോസസ്സുകൾ എത്ര സങ്കീർണമാണ്, എത്ര വ്യത്യസ്തമാണ് ഓരോ വ്യക്തികളിലും എന്ന് ഈ സാക്ഷ്യത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുക. ദൈവം ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പൂർത്തീകരിപ്പാൻ ദൈവം തിരഞ്ഞെടുക്കുന്നതും ആക്കി വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും എത്ര വ്യത്യസ്തമാണ്. അത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നതായ ആ ഒരു സംവിധാനത്തിലൂടെ ആയിരിക്കുകയില്ല. പകരം ദൈവത്തിൻ്റെ സംവിധാനത്തിലൂടെയാണ് അക്കാര്യങ്ങളെയൊക്കെ ചെയ്യുവാൻ ഇടയായിത്തീരുക. 7ാമത്തെ മകളായിട്ട് ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ ഒരു ബാല്യകാലത്തിലെ ഒരുപാട് ഓർമ്മകൾ പറയുകയുണ്ടായി.
അവിടെ നിന്ന് ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ അതിനെ പിന്തള്ളി മുന്നോട്ടുള്ളതായ ആ ജീവിതയാത്രയിൽ, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആ മഹാ അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്ററിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ദൈവസ്നേഹം, കർത്താവിനോടുള്ളതായ ആ കൂട്ടായ്മ, ആ ഓരോ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അത്രയ്ക്ക് ദൈവത്തിൻ്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് പ്രിയ ശാന്ത സിസ്റ്റർ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഉപയോഗിക്കട്ടെ. തിരുവാതിര പാട്ടുകാരിയായിട്ട് ഒരു ഘട്ടത്തിൽ അമ്പലങ്ങളിലോ മറ്റ് പ്രോഗ്രാമുകളിലോ പങ്കെടുത്തിരുന്നു എങ്കിൽ ഇന്ന് സത്യസാക്ഷിയായി കർത്താവിൻ്റെ പാട്ടുകളെ പാടുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, വചനങ്ങളെ പ്രസ്താവിക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, പ്രവചനങ്ങളെ പറയുവാൻ കർത്താവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വാക്കുകളിലൂടെ ഒരിക്കലും മനസ്സിലാകത്തില്ല സിസ്റ്റർ ഇത്ര സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണെന്ന്. പറയുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കാരണം ഈ കാര്യങ്ങളൊക്കെ പറയുവാൻ സഹായിച്ചത് മാനുഷികമായ ബുദ്ധിയോ ആരോഗ്യമോ കഴിവോ അല്ല, പകരം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാണ്. അത് പരിശുദ്ധാത്മാവ് ആ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായി തോന്നുന്നത്. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൃപ എന്നൊന്ന് അല്ലാതെ എന്ത് പറയേണ്ടു. കർത്താവിൻ്റെ ദാസിക്ക് ദൈവം തന്നിരിക്കുന്നതായ ഈ അനുഭവങ്ങൾ അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹരിയാനയിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു. മുൻകാലങ്ങളിൽ കടന്നുപോയതായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ. കേരളത്തിൽ വെച്ച് അല്ല രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടി അനുഭവത്തിലേക്ക് വന്നത്. സുവിശേഷം എത്തിയിട്ടില്ലാത്ത ആ ഒരു ഗ്രാമത്തിൽ, ആ ഹരിയാനയിൽ, അവിടെയാണ് ജീവിതം ശരിക്കും ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരുവാൻ ഇടയായി തീർന്നതെന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ദൈവത്തിനൊരു വ്യക്തിയെ ആവശ്യമെന്ന് കണ്ടാൽ, വേണമെന്ന് കണ്ടാൽ, ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവിടെ നിന്ന് ദൈവം വിളിച്ച് വേർതിരിപ്പാൻ ഇടയായിത്തീരും. പ്രിയ ശാന്തസുസ്നെയും കുടുംബത്തെയും ഇന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത നല്ല അനുഭവങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേൾവിക്കാരായിരിക്കുക മാത്രമല്ല, അനേക പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങൾ പ്രവർത്തിക്കണം. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ചില പ്രിയപ്പെട്ടവരെയെങ്കിലും കർത്താവിലേക്ക് നേടുവാൻ ഈ സാക്ഷ്യം സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചില പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരുടെ ഹൃദയത്തിൽ ഈ സാക്ഷ്യം ഇടപെടുവാനിടയായിത്തീരും. ദൈവം അവരോട് സംസാരിക്കുവാനിടയായിത്തീരും. ആമേൻ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്കോ വ്യക്തിയുടെ അടുക്കളേക്കോ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയൂ, അവസാനം വരെ ഒന്ന് കേൾക്കണം. എന്നിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയണം. ദൈവം അവരുടെ ഹൃദയത്തിൽ ഇടപെടുവാൻ, ആ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം കേൾവിക്കാരായിരിക്കുന്ന നാം ഈ വാത്സല്യ സഹോദരിയെയും കുടുംബത്തെയും നമുക്ക് ദൈവകരങ്ങളെ ഭരമേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം നമ്മളെയും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ശാന്ത സിസ്റ്റർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പാടിന്റെ ജീവിതത്തിൽ തന്നെ വലിയ അവസരത്തിനായി നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ ദൈവമേ, അടിയനോ കുറയട്ടെ, അങ്ങോ വളരട്ടെ. അപ്പാ പ്രിയ ദേവദാസനെ, അരോമ ടിവിയെ, അപ്പാ ദേവദാസന്റെ കുടുംബത്തെ, സകല പ്രവർത്തന മണ്ഡലങ്ങളെയും കർത്താവേ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തൊടുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം സർവ്വതും തിരുനാമം മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്നതായി എല്ലാ ദൈവമക്കളെയും കർത്താവെ അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവെ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്പൊ ബലഹീനതകളുണ്ട്, കുറുവശങ്ങളുണ്ട്. അപ്പാ ഹല്ലേലൂയ, പാപം നിറഞ്ഞ ലോകത്തിൽ കർത്താവെ നിലനിൽച്ചു പോകുവാൻ ആവശ്യമായ കൃപ എല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുപ്പാ, ലോകം നമുക്ക് അനുകൂലമല്ലല്ലോ കർത്താവേ, ഇതിൽ നിലനിൽക്കുവാനുള്ള കൃപ എല്ലാവർക്കും പകർന്നു കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ. അപ്പാ മാനിക്കണമേ, ആശ്വസിപ്പിക്കണമേ. എല്ലാ മേഖലകളിലും കർത്താവ് എല്ലാ ജനങ്ങൾക്കും അങ്ങ് വിട്ടുതൽ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് ആരെങ്കിലും ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കുടുംബത്ത് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവെ ഇപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിന്റെ അദൃശ്യമായ കരം അവിടെ സ്പർശിക്കട്ടെ. കർത്താവേ, ആരുമില്ലാത്ത സമയത്ത് അടിയന്റെ റൂമിൽ ഇറങ്ങി വന്ന ദൈവം, ഹല്ലേലൂയ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇറങ്ങി വന്ന എൻ്റെ ദൈവം കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് അവരെ സ്പർശിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവേ. അപ്പാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ടിവിയെയും ദേവദാസനെയും സകല പ്രവർത്തനങ്ങളെയും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ മഹത്വം പിതാവേ അങ്ങേക്ക് മാത്രം, മഹത്വം അങ്ങ് എടുക്കണം. അപ്പാ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. ആരോഗ്യ പ്രശ്നങ്ങൾ പലതുണ്ടായിട്ടും അരോമ ടിവിയിലേക്കുള്ളതായ സാക്ഷ്യം പറയുവാൻ കർത്താവിൻ്റെ ദാസി സമയം വേർതിരിച്ച് കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഐശ്വര്യമായി സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ ദാസിയോടുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ഇനിയും ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ലൈനിൽ ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ ഞങ്ങളെ ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.